ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് വാൽക്കാലം ഉപവാസ പ്രാർത്ഥനയോടനുബന്ധിച്ച് ദിവസങ്ങളിലായാലും പങ്കെടുത്താവ് സഹായിച്ചാൽ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് ഓരോ ദിവസവും കർത്താവിന് കാത്തുവലിച്ച് നടത്തി എല്ലാവിധം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വാൽക്കാലം ഉപവാസത്തോടെ പ്രാർത്ഥനയായിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടുത്തെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. വാൽക്കാടികൾ കുടുംബമായി ദിവസങ്ങളിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ അവസരം നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. വാൽക്കാലോ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തോട് സഹായിക്കുന്ന നന്ദി. പിന്നെയും കർത്താവിൻ്റെ കരോട് കൂടിയിരിക്കുന്നവരിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല വെള്ളിയാഴ്ച സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. കർത്താവേ, സമയഭേദം കൂടാതെ അപ്പം അങ്ങോട്ട് തിരുപാദത്തിലേക്ക് അടുത്തു വരികയാണ് കർത്താവ്. സ്വർഗം അങ്ങോട്ട് സിംഹാസനവും ഭൂമി അങ്ങോട്ട് പാതപെടുവാകുകയാണ്. അങ്ങോട്ട് പാതപെടുത്തുന്ന അപ്പാ പിതാവേ എന്ന് വിളിക്കുക. അപ്പം മുമ്പത്തേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോക്കുക. അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ എല്ലാ അവസരം നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. എന്ന് പാൽക്കാൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാ എഴുതി നിൽപ്പാ അപ്പാവ് സഹായിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കാലത്ത് ഉപവാസ പ്രാർത്ഥന, ഹല്ലേലൂയ, മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം വളരെ അനുഗ്രഹമായി തരുവാൻ കർത്താവേ. സഹായം വചന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തരുക. അപ്പോൾ അവർ സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥന. ഞങ്ങൾ തിരുവാതിലായിരിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ശക്തിനെ ബലപ്പെടുത്തുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ മേലെല്ലാം കർത്താവ് നാളെ മറുപടി അവിടുന്ന് മാനിക്കും അനുഗ്രഹിക്കും ചെയ്യുമാറാവണമെന്ന് അവർത്തോട് പ്രാർത്ഥിക്കും. അപ്പൻ്റെ കരം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നമുക്കൊരു പാട്ടുപാടി എൻ്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിഹ്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഭിന്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയോ എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും.
എന്നെ വിശുദ്ധാജനമാക്കിടും എന്റെ ദൈവത്താ നിശ്ചയമാനുഭവിച്ചിടും ഞാൻ തന്റെ വചനം പോലെ ഞാൻ ചെയ്യും തന്റെ വഴിയിൽ തന്നെ നടക്കൂ തന്റെ വചനം പോലെ ഞാൻ ചെയ്യും എൻ്റെ വഴിയിൽ തന്നെ നടക്കൂ വായ്പ വാങ്ങാനിട വരികയില്ല കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും വായ്പ വാങ്ങാനിട വരികയില്ല കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും ഉയർച്ച തന്നെ എന്നു പ്രാപിക്കും ഞാൻ ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുന്ന ഉയർച്ച തന്നെ എന്നു പ്രാപിക്കും ഞാൻ ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുന്ന എൻ്റെ ദൈവത്താ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കൂ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കൂ. ആമേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലകാലം നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയാണ് സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവത്തോട് സഹായിക്കട്ടെ. ആമേ ഹല്ലേലൂയ. പ്രാർത്ഥന വിഷയങ്ങളുമായി ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കാലം നമ്മുടെ ദേശത്ത് ഏറ്റവും ഭയാനകവും ഭീതികരമായ വിഷയം COVID-19 ആണ്. ആമേ ഹല്ലേലൂയ. എത്രയും വേഗം അതിനൊരു പൂർണ്ണമായൊരു വിടുതൽ ദൈവം അവിടുന്ന് വരുത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അതിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ട ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയായി. എന്നാൽ അവരുടെ മധ്യയെല്ലാം കർത്താവ് ആ ലോകത്തിനൊന്നും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ആയുസ്സിന് ആരോഗ്യത്തെ ബലത്തെ ദീർഘായുസ് എന്ന് ഓരോ ദിവസം നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ ഭർത്താക്കന്മാരെല്ലാം മാതാപിതാക്കളെല്ലാം ഓരോ ദിവസം അവിടുന്ന് കാത്തുപരിപാലിച്ച് നടത്തുന്ന എല്ലാവിധ നന്ദിയോട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാം. ആമേ. നമ്മൾ നിന്നതല്ല, ദൈവം നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ നിർത്തുന്നതാണ്. ആമേ ഹല്ലേലൂയ. അതുപോലെ ആമേ ഹല്ലേലൂയ. നടുവിൻ്റെ വേദന, കിഡ്നി ഫെയിലായ, ഡയാലിസിസ് ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ പലവിധ പനിയ ഭാരപ്പെടുന്നവരുണ്ട്. ആമേ. ഇന്ന് പാൽക്കാലം ആ വിഷയത്തെ അവിടുത്തെ കരുത്തിലേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ അനുഗ്രഹമായ സമയത്ത് ആസ്വദിക്കുന്നു എന്ന് പാൽക്കാലം കർത്താവെ കോവിഡ് നിമിത്തം ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പൂർണ്ണമായ വിടുതൽ സൗഖ്യ ആശ്വാസം കൽപ്പന ദേശത്തുന്ന കർത്താവ് പൂർണ്ണമായ മഹാമായിരുന്നു പൂർണ്ണമായ വിടുവിക്കപ്പെടുക. അപ്പോൾ അവിടുന്ന് ഇടയാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞാട്ടിൻ്റെ രക്തം തളിച്ച ഒരു ഭവനത്തിന്മേലും സംഹാരകൻ കർത്താവെ കടന്നു വരുമ്പോൾ അവകാശം പറയാൻ അവിടുന്ന് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗദൂതന്മാരെ കാവൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ. ആയുസിൻ്റെ മധ്യ എടുത്തു കളയുന്ന ദൈവമല്ലല്ലോ കർത്താവെ. അങ്ങ് തരുന്ന ആയുസ് ദീർഘായുസോടെ ഇരിപ്പുള്ളതാണല്ലോ കർത്താവെ. രോഗങ്ങളെ ദുഃഖങ്ങളെ പറിച്ച് അതിൽ നിന്ന് ആരെയും കർത്താവ് ഏൽപ്പിക്കുക അവിടുന്ന് അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ നിന്നും കർത്താവ് എല്ലാവരെയും അവിടുന്ന് വിട്ടുവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥ വസനത്തിന് കാരണമായി തീരാതുകൊണ്ട് സ്വർഗ്ഗദൂതന്മാരെ കാവൽ നിർത്തുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അയബേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവം അമേ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടി മാനിക്കുമാറാവണമേ എന്ന് അവർത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ കിഡ്നി ഫെയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ഡയാലിസിസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവെ അവിശുദ്ധമേലപ്പറ്റ കരം പ്രവർത്തി അതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ അമ്മേ. അവിശുദ്ധമേൽ അപ്പൻ്റെ കരം പ്രവർത്തിക്കുമാറാവണമേ. അതിനാവശ്യമായ സാമ്പത്തിക നൽകി കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവിധ വിഷയം അല്ലെങ്കിൽ പനിയ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. അവരോട് സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പൂർണ്ണമായ വിടുതൽ സൗഖ്യ ആശ്വാസവും അപ്പം അവിടുന്ന് കൽപ്പിക്കുമാറാവണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിശുദ്ധമേൽ അപ്പൻ്റെ കരം തൊട്ട് സ്തോത്രം അവിടുന്ന് മറുപടി അയക്കുന്ന നന്ദി കർത്താവ്. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരം തൊട്ട് സൗഖ്യമാക്കി ഞാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. അതുപോലെ ഈ ദിവസങ്ങളിൽ ശരീരത്തിൽ നീർക്കെട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ശരീരം നീർക്കെട്ടിന് ചൊറിഞ്ഞു പൊട്ടി അതുപോലെ വെള്ളവും ചലമൊക്കെ ഒലിക്കുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മുട്ടിൻ്റെ വേദന, അതുപോലെ ഹല്ലേലൂയ
എല്ല് തേയ്മാനത്തെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, ദൈവമേ, ഇന്ന് പൽക്കാലം പിന്നെയും കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കർത്താവ് വിഷയങ്ങളുമായി കടന്നു വരികയാണ് കർത്താവേ. ഇന്ന് പൽക്കാലം കർത്താവേ എല്ല് തേയ്മാനത്തെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കും. അതുപോലെ നട്ടലിൻ്റെ ഹല്ലേലൂയ തേയ്മാനത്തെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ശരീര നീർക്കെട്ടിനെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചൊറിച്ചിലിൻ്റെ അനുഭവത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അത് പൊട്ടിയൊലിക്കുന്ന അവസ്ഥയെ ഭാരപ്പെടുന്ന രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം കർത്താവെ പൂർണ്ണമായ ഒരു വിടുതൽ സൗഖ്യപ്പെട്ട് കൽപ്പിക്കാൻ രക്തസ്രവമായ സ്ത്രീയെ കർത്താവെ അങ്ങയുടെ തൊങ്ങലും തൊട്ടപ്പോൾ സൗഖ്യമായതുപോലെ ഇന്ന് പൽക്കാലം വിശ്വസത്തോട് പ്രാർത്ഥിക്കുന്നത് ആമ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധയുള്ള പ്രാർത്ഥനയാണ്. ആമ അത് വളരെ രോഗികൾക്ക് ഫലിക്കുന്ന പ്രാർത്ഥനയാണല്ലോ കർത്താവെ. ഇന്ന് പൽക്കാലം കർത്താവെ പ്രാർത്ഥന വിഷയത്തിന്മേൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമെ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കരുത്തിലേൽപ്പിക്കുന്നു. ഇന്ന് പൽക്കാലം ഏത് രോഗത്താൽ ഭാരപ്പെടുന്ന ആമെ ആ വിഷയത്തിന്മേലെ ആ രോഗത്തിന്മേലെ അപ്പൻ്റെ കരം തൊട്ട് സൗഖ്യം കൂടുതൽ ആശ്വാസം അപ്പച്ചും കൽപ്പിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമെ അടിയൻ അറിയുന്നേക്കാൾ ഉപരിയായി ആമെ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടുന്ന് അറിയുന്നല്ലോ കർത്താവ് ഏത് അവസ്ഥയിലായിരിക്കുന്നത്. ആമേ ഇന്ന് പൽക്കാലം ഒരു പൂർണ്ണമായ വിടുതൽ സൗഖ്യ ആശ്വാസം അപ്പച്ചും കൽപ്പിക്കുമാറാവണമെന്ന് ഓർത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരോട് സൗഖ്യമാക്കിയ ഞാൻ നന്ദി ആമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം ചെയ്യുന്ന അടയാളങ്ങൾക്കായി അത്ഭുതങ്ങൾക്കായി വീരപ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു കർത്താവ്. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. വസ്തു സംബന്ധമായ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട അനേക പ്രിയപ്പെട്ട സ്ഥലം വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുന്ന നന്ദി. ഹല്ലേലൂയ. അതുപോലെ ആമേ ഹല്ലേലൂയ. സ്വന്തമായ സ്ഥലമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, അപ്പോൾ അങ്ങയുടെ പാദത്തിലേക്ക് പിന്നെ അടുത്ത് വരികയാണ് കർത്താവെ. സ്വന്തമായ സ്ഥലങ്ങൾ വിൽക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. ഇന്ന് പൽക്കാലം ആ സ്ഥലം വിൽക്കപ്പെടുവാൻ കർത്താവെ ആമേ നഷ്ടത്തിലല്ല വളരെ ഹല്ലേലൂയ ലാഭകരമായി വിൽക്കുക കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം അവിടെ നിറവേറുക. അപ്പോൾ അവിടുന്ന് ഇടയാക്കുമാറാവണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വന്തമായ സ്ഥലമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, സ്വന്തമായ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവെ. അല്ലെങ്കിൽ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അതിനാവശ്യമായ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം ആ വിഷയത്തിന്മേൽ എൻ്റെ അപ്പൻ്റെ കരം പ്രവർത്തിക്കുന്നതായി നന്ദി. ഹല്ലേലൂയ. അവർക്ക് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. അതുപോലെ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അബ്രഹാമിന് നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം തലമുറ കൊടുത്ത ദൈവം ഹല്ലേലൂയ. പലരും നീണ്ട വർഷങ്ങളായിട്ടുണ്ടാവും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. അതുപോലെ പ്രായമത്തെ ആ മക്കൾക്ക് അപ്പമക്കൾക്ക് തക്കതായ തുണകൾ ദൈവം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തലമുറകളുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തലമുറകൾ ഉണ്ടായിട്ടും വേണ്ടുന്ന മാതാപിതാക്കൾക്ക് സമാധാന സന്തോഷമില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തലമുറകൾ വഴിതെറ്റി പോകുന്ന അവസ്ഥയിലുണ്ട്, അങ്ങനെയുള്ള തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്ര. വിശുദ്ധ പുസ്തകത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബാൽക്കാലം കർത്താവെ ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നാശത്തിന്റെ പടുകുകളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന അന്ധകാര ശക്തി പൂർണ്ണമായ വിടുതൽ അപ്പച്ചും കൽപ്പിക്കുന്ന മധ്യസ്ഥ മയക്കുമായിരുന്നു കൂട്ടുകെട്ടിൽ അടിമയായിരിക്കുക അനേക തലമുറകളുണ്ടല്ലോ കർത്താവ്. ദിവസത്തിൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ പാതകൊണ്ട് ഒരു രൂപാന്തരം ഒരു മടങ്ങി ഒരു കുഞ്ഞുങ്ങളുടെ മേൽ അവർക്ക് പകർന്നു കൊടുക്കണമെന്ന് അർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവാഹപ്രായമത്തെ ആ മക്കൾക്കായി പെൺമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. 38 വയസ്സായ പ്രിയ സഹോദരിമാര് ആമയുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം പ്രാർത്ഥന വിഷയം അറിയിപ്പം വളരെ വേദനയോടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇടയായി കർത്താവെ. ആ വിഷയത്തിന്മേലെ ഇന്ന് പാൽക്കാലം കർത്താവെ തക്കതായ ഒരു തുണയെ അവിടുന്ന് കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനല്ല അസാധ്യമാണ്. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്നുള്ളത് ആമേ അവർക്ക് തക്കതായ തുണയെ കൊടുത്ത ദൈവം ഇന്ന് പാൽക്കാലം തക്കതായ തുണകളെ കൊടുത്ത് അവിടുത്തെ കർത്താവെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവാഹ കഴിഞ്ഞിട്ട് തലമുറയില്ലാതെ വർഷങ്ങളായി ഭാരപ്പെടുന്ന അനേക വ്യക്തിത്വങ്ങളുണ്ടല്ലോ കർത്താവെ. അവരുടെ ശരീരത്തിൽ ഹല്ലേലൂയ എന്താ കുറവെന്ന് ഞങ്ങൾ അറിയുന്നില്ല അപ്പ. ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് കുറവാണെങ്കിലോ അപ്പോൾ അതിനെ നികത്താൻ കഴിവുള്ള എൻ്റെ കർത്താവിനെ കഴിയാത്ത ഒന്നുമില്ലല്ലോ അപ്പ. ആ സാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കാര്യം ഇന്ന് പാൽക്കാലം ആ സാറയുടെ നിർജീവ അവസ്ഥയെ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിച്ചതുപോലെ ആമേ ആ വ്യക്തിത്വങ്ങളെ നിർജീവ അവസ്ഥയെ അറിഞ്ഞ് കർത്താവെ അതിന് വേണ്ടതായത് എല്ലാം നൽകി കർത്താവെ. ആ ഉദരത്തെ കർത്താവെ അങ്ങ് തൊട്ടി നാളുക ഒരു തലമുറ
തലമുറകളെ അവിടുന്ന് കൊടുത്തു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒന്നല്ല രണ്ടല്ല കർത്താവെ, കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾക്ക് തന്നതുപോലെ ആമേ ഈ നാളുകൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. തൻ്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് കരുതുമാറ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലല്ലോ. അപ്പോൾ അവിടുന്ന് പ്രവർത്തിപ്പ ശക്തനായ ദൈവമാകിയ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. തലമുറകളെ കൊടുത്ത് അവിടുന്ന് മാനിക്കുമാറാണമേ എന്ന് അവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, തലമുറകൾ നിമിത്തം ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കൾ ദൈവം, അവർ സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ആമേ ദിവസങ്ങളിൽ കർത്താവ് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ശമയബാലിനെ പോലെ യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളർത്തുക. ആവശ്യമായ പക്വതയും പാകതയും അവിടുന്ന് മക്കൾക്ക് ഹല്ലേലൂയ മാതാപിതാക്കൾക്ക് അവിടുന്ന് കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമേലപ്പെട്ട കരം പ്രവർത്തിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആമേൻ. വൽക്കാലം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമാണ് സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം അടിയെ സഹായിച്ചതെന്ന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അഭിഷേകത്തിന് മേലെ എല്ലാ അപ്പൻ്റെ കരം പ്രവർത്തിക്കാൻ നന്ദി കർത്താവ്. ഈ ദിവസങ്ങളോട് മറുപടി തന്ന മാനിപ്പാൻ ശക്തനായ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിപ്പാൻ കർത്താവ് സഹായിച്ചു നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വൽക്കാലം അല്പ നിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു ദൈവവചനം വായിക്കാം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4 ആമേൻ 4 മുതൽ വായിക്കാം. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടുത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായ കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിന്മേൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ യേശു പല കാര്യങ്ങൾ ഉപമകളായാണ് നമ്മളോട് വചനത്തിലൂടെ നമ്മളെ ആമേ വ്യക്തമാക്കി തന്നിരിക്കുന്നത്. ഇന്ന് പാൽക്കാലം അവിടെ ആ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട 4 സാഹചര്യത്തിലൂടെയാണ് ഒരു വിത്തിനെ സംബന്ധിച്ച് കടന്നുപോകാൻ ഇടയാക്കിയിരിക്കുന്നത്. ആമേ. ഹല്ലേലൂയ. ആമേ. അവിടോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിത്ത് ഹല്ലേലൂയ നല്ല സ്ഥലത്ത് വീണ എപ്രകാരം ഉണ്ടായി എന്നും ഒരു മുള്ളിനിടയിൽ വീണ എപ്രകാരമായി ഒരു പാറസ്ഥലത്ത് ഹല്ലേലൂയ ആമേ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ സഹായിക്കട്ടെ. ആമേ. മറ്റു ചിലത് പാറസ്ഥലത്തും ഏറെ മണ്ണില്ലാത്തടത്തും വീണു. മണ്ണിന് താഴ്ചയില്ലായ ക്ഷണത്തിൽ മുളച്ചു വന്നു. ആമേ. സൂര്യ ഉദിച്ചാറെ ആമേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ആമേ ആഞ്ഞടിക്കുമ്പോൾ പലപ്പോഴും ആമേ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളി വീണ വിത്തിന് ആ വചനം പലപ്പോഴും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥകളുണ്ട്. ആമേ. ഏതൊരു പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഉറച്ചു നിൽപ്പാൻ ആമേ പലപ്പോഴും നമുക്ക് വചനം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ആമേ പലപ്പോഴും നമ്മൾ വഴിയരികെ പാറസ്ഥലത്ത് വീണ ഹല്ലേലൂയ വിത്ത് പോലെയാണ്. ആമേ. ഹല്ലേലൂയ. അതിന് താഴോട്ട് വായിക്കുകയാണെങ്കിൽ ആമേ മുള്ളിനിടയിൽ വീണ് ആമേ ഹല്ലേലൂയ പലപ്പോഴും ഞെരുങ്ങിയ അവസ്ഥകൾ ആമേ ഹല്ലേലൂയ വിശാലതയിലിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുക പലപ്പോഴും ജീവിതത്തിൽ ഞെരുക്കവും ബുദ്ധിമുട്ടും ഭാരങ്ങളും വരുമ്പോൾ ആമേ ഹല്ലേലൂയ ഞെരുങ്ങി വരുമ്പോൾ ആമേ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവിടെ നമ്മൾ ഹല്ലേലൂയ താഴോട്ട് വായിക്കുകയാണെങ്കിൽ ആമേ നല്ല മണ്ണിൽ വീണ വിത്ത് ആമേ അത് വളരെ ഫലവത്തായി തീരുവയിടയായി. ആമേ അത് 30, 60, 100 മേനിയായി വിളയിടയായി. ഹല്ലേലൂയ. ആമേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ആമേ. അവിടുന്ന് നമ്മൾ അതിൻ്റെ 15-ാം വാക്യം വചനം വിതച്ച് വഴിയരി വീണതും കേട്ട ഉടനെ സാത്താൻ വന്ന ഹൃദയങ്ങളെ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. ആമേ. നമ്മൾ പലപ്പോഴും നമ്മൾ വഴിയരി വീണ വിത്ത് സാത്താൻ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഉള്ളിലുള്ള ആ വചനത്തെ എടുത്തു കളയാൻ പലപ്പോഴും ഇടയായിട്ട് എന്നാൽ നമ്മൾ ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്ന വചനം നമ്മളിൽ തന്നെ സംഘടിച്ച് ഏത് പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ആ നല്ല അമരക്കാരനായ ക്രിസ്തുവിനെ മാത്രം നമ്മൾ മുമ്പോട്ട് നോക്കി ജീവിക്കുകയാണെങ്കിൽ ആമേ ഹല്ലേലൂയ ഓരോ ദിവസം കർത്താവിന് അങ്കിലേക്ക് നോക്കിയ പ്രകാശത്തെ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ലെന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നെങ്കിൽ അത് വളരെ ആ വിത്ത് വളരെ ഫലം കായ്ക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അത് ചാകുന്നില്ലെങ്കിൽ
അത് എന്തോ ഫലമില്ലെന്നാണ്. അതുപോലെ നമ്മൾ ഉപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് വളരെ കറികൾക്കായാലും എന്തിനും നമുക്ക് രുചി വരുത്തുന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ വിത്തുകളിൽ പോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വചനം കേട്ട് ഈ ഒരു ചെവി കൂടെ കേട്ട് ചിലപ്പോൾ മറു ചെവി കൂടെ നമ്മൾ കളയുന്നവരാണ്. എന്നാലും വചനം നമ്മുടെ ജീവിതത്തിൽ അനുദിനം വചനത്തിൽ നമ്മൾ വേരൂന്നി വളരുകയാണെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനിയായി അത് മറ്റുള്ളവർക്ക് വളരെ അല്ലെങ്കിൽ ഫലവത്തായി തീരും. നമ്മുടെ ഒരു വാക്കായിരിക്കും അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കും മറ്റുള്ളവർക്ക് വളരെ ഫലമായി തീരുന്നത്. അങ്ങനെ നമ്മൾ ഒരു നല്ല വിത്തായി നമ്മൾ തീരുകയാണെങ്കിൽ അത് അനേക ആയിരങ്ങൾക്കൊരു ഹല്ലേലൂയ ഒരു സമാധാനമായി തീരുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ അതിൻ്റെ മുള്ളിനിടയിൽ വിധിക്കപ്പെട്ടത് വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയങ്ങളും മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തിന് ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുകയിടയായി. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കൊറോണ നിമിത്തം എല്ലാവരും ഭാരപ്പെടുന്ന ഒരു വിഷയമാണ് ധനമില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ ലോകത്തിന്റെ ചിന്തകള് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ജോലിക്ക് പോകായിരുന്നു, സാമ്പത്തികം കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ ഈ ലോകത്തിന്റെ ചിന്തകളും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണയും ദൈവഹിതം എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് ആ ക്രിസ്തുവിലേക്ക് നമ്മളെ അല്ലെങ്കിൽ ഓട്ട സ്ഥിരതയോട് ഓടുവാണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പ് വെച്ചിട്ട് ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയുള്ളൂ. വാടാത്ത കിരീടം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെല്ലാം തരണം ചെയ്യുക. ഉയരത്തിലുള്ള ചിന്തിച്ച് മുന്നേറുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട ഒരു വിത്ത് പോലെ ആയിത്തീരുക നമുക്ക് ഇടയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഈ നാളുകളെ നമ്മൾ ആ നല്ല നിരത്തി വീണ വിത്ത് പോലെ 30, 60, 100 മേനിയായി വിളയുക. സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് വൽക്കാലം ഇത്രത്തോളം ആയിരിപ്പം കർത്താവ് സഹായിച്ചു. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പം കർത്താവ് ഇടയാകെ. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ അയക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവദാസനെ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവ്, ഇത്രത്തോളം സമയം കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥന ലീഡുക പാടിയ സഹായിച്ചുള്ള കർത്താവേ. പാടുവാൻ കർത്താവ് വിഷയങ്ങളുടെ മധ്യസ്ഥയാണ് ഇവ. ഹല്ലേലൂയ. അല്പസമയത്ത് ചിന്ത കർത്താവ് എന്ന ചിന്തയ്ക്ക് ഹല്ലേലൂയ പ്രാപ്തിക്കൊത്തവണ്ണം ചിന്തിപ്പ കർത്താവെ സഹായിച്ച നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം. ഇന്ന് പാൽക്കാലത്ത് വചന ശുശ്രൂഷിക്കുക. അതിന്റെ ദാസനെ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബന്ധമില്ലാത്ത വചന ശക്തമായി ശുശ്രൂഷിപ്പ അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉയരത്തിലുള്ള ചിന്തിപ്പ ഉയരത്തിലുള്ള പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവ് ഇടയാക്കണം. ഇന്ന് പലക്കാലം മാൻപേടകളെ പ്രസവിക്കുമാർ ഇമ്പശബ്ദം, വനങ്ങളെ തോലിരിക്കുമാർ ഇമ്പശബ്ദം കർത്താവ് ഞങ്ങളുടെ കാതുകൾ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറിയിൽ നിന്ന് സംസാരിപ്പ നിന്റെ ദാസനെ അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേൾക്കുന്ന വചനം ഓരോ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുമാറാണ്. അനേക ലൂതിയമാരുടെ ഹൃദയം തുറക്കപ്പെടുക. അവിടുന്ന് ഇടയാക്കണമെന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശക്തമായി ദൈവദൂതുകൾ ദൈവാലോചന മുഖപക്ഷം കൂടാതെ വിളിച്ചു പറയാ എന്റെ ദാസനെ ശക്തിയായിരിക്കും ബലപ്പെടുത്തണമെന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന നന്ദി കർത്താവേ. അല്പസമയം അവിടെ ബാധത്തിക്കുമ്പോ ഏകാഗ്രത മനസ്സിന്റെ ഭയഭക്തിയുടെ ആവശ്യബോധമായി പങ്കെടുത്ത കൃപയുമാറാണമേ. ഈ ലൈവിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്ക് കടങ്ങൾ ഏൽപ്പിക്കുവാൻ ഇന്ന് പലരുടെ ജീവിതം വളരെ അനുഗ്രഹമായി തീരുക. വിടുതലായി തീരുവാൻ കർത്താവേ അവർ ഇരിക്കുന്നത് അവരുടെ ജീവിതം വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സാന്നിധ്യം കൂടി സഹായിക്കാം. സമസ്ത വിഷയം അവിടുത്തെ കത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായതും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുനായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുനായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം.
ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വെള്ളിയാഴ്ചയുടെ മധ്യാഹ്ന സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുമായി കർത്താവിന്റെ സന്നിധിയിൽ ഈ ഉച്ച സമയത്ത് കർത്താവിന്റെ ദാസിയായിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് അല്പമായി നമ്മോട് സംസാരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നല്ല സ്ഥലത്ത് വീഴുന്ന വിത്ത്, ആമേൻ, അത് 100 മേനി വിളവുള്ളതായി ഫലമുള്ളതായി കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു, ആമേൻ, തന്റെ ശിഷ്യന്മാരോട്, ആമേൻ, പറഞ്ഞ വേദഭാഗമാണല്ലോ കർത്താവിന്റെ ദാസിയിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. പലരും ചോദിക്കുന്നു, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. മധ്യസ്ഥത വഹിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തലേന്ന് തന്റെ സഹപ്രവർത്തകനായ യാക്കോബിന്റെ തല ഛേദിക്കുന്നത് കണ്ട് തികച്ചും അസ്വസ്ഥനായി അടുത്ത ദിവസം തന്റെ തലയിൽ ഛേദിക്കപ്പെടുവാൻ കാരാഗൃഹത്തിനകത്ത്, ആമേൻ, അടച്ചിരിക്കുകയാണ്. അന്ന് രാത്രി സുഖമായി ഉറങ്ങുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവ സാന്നിധ്യം പത്രോസ് അനുഭവിപ്പാൻ ഇടയായി തീർന്നു. മാത്രമല്ല, ആ വാർത്ത അറിഞ്ഞ അക്കാലത്ത് ദൈവസഭ വളരെ ശ്രദ്ധയോടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ പത്രോസ് ആയിരിക്കുന്നിടത്ത് ഇറങ്ങിച്ചെന്ന് ആ കാരാഗൃഹത്തിന്റെ അകത്ത് നിന്ന്, ആമേൻ, സുരക്ഷിതമായി പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥന, ആമേൻ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മാതൃക, ആമേൻ, കാണിച്ചു തന്നു. ഹല്ലേലൂയ. പത്രോസിനെ, ആമേൻ, ഗോതമ്പ് അത് കളയുന്നത് പോലെ പിശാച്, ആമേൻ, പറ്റിക്കളയുവാൻ അത് ആലോചന ചോദിച്ചപ്പോൾ, ആമേൻ, പത്രോസിനു വേണ്ടി, ആമേൻ, പത്രോസിന്റെ നിലനിൽപ്പിനു വേണ്ടി, ആമേൻ, കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സത്യവേദ പുസ്തകം, ആമേൻ, നാം തുറന്നു വായിക്കുമ്പോൾ, ആമേൻ, എവിടെയെല്ലാം, ആമേൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ, അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ, ആമേൻ, അത് സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ നിലനിൽപ്പിനു വേണ്ടി, അവിടെ ആയിരിക്കുന്ന ദൈവജനത്തിന്റെ, ആമേൻ, അത് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ക്രിസ്തുവിൽ പരിജ്ഞാനം പ്രാപിച്ച്, ആമേൻ, നിത്യതയിൽ അവരെത്തുന്നതിനു വേണ്ടി, ആമേൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്റെ ആ തൂലിക ചലിപ്പിച്ച് എഴുതിയ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവായ, ആമേൻ, യേശു ക്രിസ്തു, ആമേൻ, ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത്, ആമേൻ, തന്റെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്റെ സഹോദരപുത്രനായ ലോത്ത് തന്നോട് വഴക്കിട്ട് ദേശത്തിന് വഹിക്കവയ്യാതെ വന്നപ്പോൾ, ആമേൻ, ആ സഹോദരന്റെ പുത്രനായ ലോത്ത് അബ്രഹാമിൽ നിന്ന് വേറിട്ട് താൻ, ആമേൻ, ഇഷ്ടപ്പെട്ട ദേശം തെരഞ്ഞെടുത്ത് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ആമേൻ, ദൂതൻ അബ്രഹാമിന്റെ അടുത്ത് വന്ന് സോദോം നശിക്കപ്പെടുവാൻ പോകുന്നു, ദൈവത്തിന് സഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ സോദോമിന്റെ പാപം അത് അത്രയ്ക്കും വഷളത്വമായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് സോദോമിനെ ദൈവം, സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ പോകുന്നു എന്നുള്ള ആ സന്ദേശം അതേ പ്രാർത്ഥനാ മനുഷ്യനായ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ അറിയിച്ചപ്പോൾ അബ്രഹാം ആ ദൂതനുമായി സംസാരിച്ചു. ആമേൻ. അവിടെ 50 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ, ആമേൻ, നശിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ആ ഭാരത്തോടെ അബ്രഹാം അവിടെ, ആമേൻ, മധ്യസ്ഥത അല്ലെങ്കിൽ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, തന്റെ സഹോദരന്റെ പുത്രൻ തന്നോടൊപ്പം നിൽക്കുവാൻ തയ്യാറാകാതെ വഴക്കിട്ട് പോയെങ്കിലും അവനെ കുറിച്ച് ഓർത്ത്
ആമേൻ അതെ അനുദപിക്കുവാൻ, അതെ മധ്യസ്ഥ വഹിപ്പാൻ അബ്രഹാം തയ്യാറാകുകയാണ്. ആമേൻ അവിടെ അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് ആമേൻ ആ വലിയ വിപത്തിൽ നിന്ന് തന്റെ സഹോദരന്റെ പുത്രനായ ലോത്തിനെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നും ഇന്നും മധ്യസ്ഥതയ്ക്ക് ആമേൻ പ്രാധാന്യമുണ്ട്. ആമേൻ മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ആമേൻ അത് ഇന്ന് ഞാനോ അല്ലെങ്കിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തന്മാരോ അവരുടെ കുടുംബങ്ങളോ ജീവനോടിരിക്കുമ്പോൾ ആമേൻ മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്നോർത്ത് അവരുടെ മരണാനന്തരം അവരുടെ രൂപമോ അവരുടെ ഫോട്ടോയോ അവരുടെ പേരിൽ സ്ഥാപനങ്ങളോ പണിത് ആമേൻ അവിടെ ആമേൻ അതെ പ്രാർത്ഥനയ്ക്ക് കൂടുകയോ ആമേൻ അത് ആമേൻ ഒരു ആചാരമായി അനുഷ്ഠാനമായി ഒരു വിശ്വാസമായി ആമേൻ പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യുന്ന കാര്യമല്ല. ആമേൻ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ അഭിഷക്തന്മാരിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. തമ്മിൽ ഭാരം ചുമപ്പീൻ, ഭാരം വഹിപ്പീൻ. ഹല്ലേലൂയ. രണ്ടുപേര് ഭൂമിയിൽ ഐക്യമതപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും നീതിയോടെ ഉത്തരമരുളുന്ന ദൈവം നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലമുള്ളതാകയാൽ ഹല്ലേലൂയ അതേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം സത്യവേദ പുസ്തകം ഊന്നി കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ പലരും ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് വിമർശനങ്ങളായിട്ടും പല രീതിയിൽ ആമേൻ സംസാരിക്കുന്നതായിട്ടും അതെ പ്രതികരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നവരെവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിലും മധ്യസ്ഥ പ്രാർത്ഥനയുമായി ആമേൻ അതെ പ്രാർത്ഥിക്കുന്നവർ ഹല്ലേലൂയ അതെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാധാന്യത കൊണ്ടല്ല ആമേൻ അവർ ദൈവവുമായി അല്പസമയം വേറിട്ടിരിക്കുവാൻ തയ്യാറാകുന്നു. ദൈവത്തോട് ആമേൻ അതെ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു എന്നേ ഉള്ളൂ. പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആമേൻ പ്രാധാന്യം ആമേൻ നമ്മൾ കൊടുക്കുന്നില്ല. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിനാണ് പ്രാധാന്യം. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് ആമേൻ പ്രാർത്ഥന ആത്മഭാരത്തോടെ ഏറ്റെടുത്ത് ആമേൻ ചില വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നത്? ആമേൻ ഇടിവിൽ നിൽക്കുവാൻ, മധ്യസ്ഥത വഹിപ്പാൻ, ആമേൻ അത് തങ്ങളെ തന്നെ താഴ്ത്തി ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ആമേൻ പ്രാർത്ഥിപ്പാൻ ആരുണ്ട് എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഭക്തന്മാർ അതെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ ഉണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസ്തന്മാർ ആമേൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ പലരും ആമേൻ കാണുമ്പോൾ ഹായ് പറഞ്ഞു പോകാറുണ്ട്. ആമേൻ പലരും ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ തിരക്കേറിയ സാഹചര്യങ്ങളിൽ പലർക്കും ആമേൻ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അതേ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയായി ആമേൻ വീണും എഴുന്നേറ്റും തന്റെ അവസാന സമയം അടുത്തപ്പോൾ ആമേൻ ഗോൽഗോത്ത മലമുകളിലേക്ക് ആമേൻ അതെ യേശു കർത്താവിനെ പടയാളികൾ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ആമേൻ യെരൂശലേം ആമേൻ സ്ത്രീകൾ ഹല്ലേലൂയ യേശുവിന്റെ അമ്മ ഉൾപ്പെടെ ആമേൻ വേദകൾ ആമേൻ അതെ കണ്ണുകൊണ്ട് കണ്ട് നിലവിളിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെയാണ് പ്രതികരിച്ചത്: നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും. വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ തലമുറകൾ പാപത്തിൽ ആമേൻ വഷളത്വത്തിൽ ആമേൻ അകപ്പെട്ട് ആമേൻ തകർന്നു പോകാതിരിക്കുവാൻ നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ചൊല്ലിക്കരയുകയും. ഹല്ലേലൂയ. പലരും ആമേൻ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആമേൻ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആമേൻ അതേ സ്വന്തം ആമേൻ അതേ പേരിനും പെരുമയ്ക്കും വേണ്ടി ആമേൻ അതേ സമയം ചെലവഴിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം എന്നിൽ നിറവേറുവാൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് നിലവിളിച്ചപ്പോൾ, അല്ല പിതാവേ, ആത്മാവ് ബോധ്യപ്പെടുത്തി ആമേൻ അതേ
പിതാവിന്റെ ഇഷ്ടം അതേ ജീവകാലം മുഴുവൻ നിറവേറ്റുവാൻ അയക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു ഇങ്ങനെ തിരുത്തി പ്രാർത്ഥിച്ചു, പിതാവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയും ആമേൻ സ്വർഗം ചെവിക്കൊണ്ടു. പിതാവിന്റെ ഇഷ്ടം പുത്രൻ ക്രൂശിൽ യാഗമായി തീരണമെന്നുള്ളതാ. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ആമേൻ കാൽവറിയിൽ യാഗമായി തീരുവാൻ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നിത്യമായ സ്നേഹം ആമേൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആമേൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ആമേൻ ജനനവും ജീവിതവും ക്രൂശിലെ യാഗവും ആമേൻ അടക്കും ഉയർപ്പും ഒക്കെ. ഹല്ലേലൂയ. ആമേൻ. അത് നിറവേറേണ്ട ആമേൻ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അത് ആമേൻ നടക്കാതെ പോകാതിരിക്കാൻ ഹല്ലേലൂയ ആരും ഇടിവിൽ നിൽക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആമേൻ ക്രൂശെടുത്ത് ആമേൻ എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ റൂമിനകത്ത് നമ്മുടേതാകുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ ആമേൻ നിറവേറുവാൻ, നടന്നു കാണുവാൻ അതേ സമയങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പലരും ദൈവത്തിന്റെ ഹിതമാണോ, ദൈവത്തിന്റെ പ്ലാനാണോ, ദൈവത്തിന്റെ പദ്ധതിയാണോ, ദൈവത്തിന്റെ ആലോചനയാണോ ആമേൻ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയമെന്ന് എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു താൻ മനുഷ്യ ആമേൻ അതേ ശരീരത്തിൽ ആമേൻ മാനുഷിക നാമം ധരിച്ച് ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ ജീവിതത്തിൽ ആമേൻ സഹിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ആ പ്രാണവേദന തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ താനും ആമേൻ പറഞ്ഞു, താനും പ്രാർത്ഥിച്ചു പോയി, ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്ത് നീക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആമേൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സഹിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആണ് എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ ജീവിതത്തിന്റെ മുമ്പിൽ തിക്തമായി അത് വിതകളായി ആമേൻ കടന്നു വരുമ്പോൾ ഒരു പക്ഷേ ആമേൻ യേശു കർത്താവ് ആമേൻ ആമേൻ പ്രാർത്ഥിച്ചതുപോലെ, ഒരു പക്ഷേ അതേ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ, ആമേൻ നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനുമായ ഇയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ, ആമേൻ സംസാരിച്ചതുപോലെ ഒരു പക്ഷേ ആ കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, ആ ഭാരത്തിലൂടെ, ആ പ്രയാസത്തിലൂടെ, ആ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ അകത്തു നിന്ന് ചില വാക്കുകൾ പുറത്തേക്ക് വരാം. ഹല്ലേലൂയ. ആമേൻ. ഭക്തനായ ഏലിയാവ് ആമേൻ ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മതി കർത്താവേ, എന്റെ പ്രാണനെ അങ്ങ് എടുത്തോ എന്ന് പറയത്തക്ക വിധത്തിൽ, നിലവിളിക്കത്തക്ക വിധത്തിൽ ആമേൻ ചില ആമേൻ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഇന്ന് പകൽ ഈ വെള്ളിയാഴ്ച ഉച്ച സമയത്ത് ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ആമേൻ സമസ്ത മേഖലകളിൽ ആമേൻ കണ്ണുനീരും ദുഃഖവും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആമേൻ ചിന്തിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ഒരു തരത്തിലും മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ ഒതുങ്ങിപ്പോകത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ ആമേൻ അത് ഒന്നിനു പുറകായി ഓരോന്നായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത് പിടിച്ചു നിൽക്കുവാൻ പ്രാപ്തിയില്ലാതാകുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ള ചിന്തകൾ അകത്തു നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആമേൻ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും അവൻ ഒറ്റയ്ക്കല്ല, അവനോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ആമേൻ അവനെ ഏത് സാഹചര്യത്തിലും ശക്തീകരിക്കുവാൻ ആമേൻ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങി അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആമേൻ കൂടെയുണ്ടെന്നുള്ള ശുഭാപ്തി വിശ്വാസമുള്ളവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമായി കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകമായി മാറത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് അല്പസമയ വചനചിന്തയ്ക്ക് ആധാരമായി ആമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16:11 വായിച്ച് ആമേൻ അല്പസമയം ദൈവവചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ. ഹല്ലേലൂയ. സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കാത്ത ആരാ?
ഈ ലോകത്തിൽ ആമേൻ ആ ഉള്ളത്. ഹല്ലേലൂയ. ആമേൻ. സന്തോഷിക്കണം, ആനന്ദിക്കണം. ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. ഹല്ലേലൂയ. കേവലം 3 മണിക്കൂർ, 3.5 മണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ ഏതെങ്കിലും ആമേൻ സഭാ ഹോളിനകത്ത്, ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിനകത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടു റൂമിനകത്ത് ആമേൻ ദൈവജനം കൂടി വന്നിരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ അനുഭവിക്കുവാൻ കഴിയുന്ന സന്തോഷം. ഹല്ലേലൂയ. കേവലം 3 മണിക്കൂർ മാത്രം നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ. ആമേൻ. നീ പ്രാപിക്കുന്ന സന്തോഷം എന്നും നിലനിൽക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആ രക്ഷയുടെ സന്തോഷം ആമേൻ നിന്നിൽ നിന്ന് നഷ്ടമായി പോകാതിരിക്കുവാൻ ഞാനും നിങ്ങളും ആമേൻ ഈ കാലഘട്ടങ്ങളിൽ വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച ഭൂമിയെ മനോഹരമാക്കിയതിനു ശേഷം ഏദനിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ആക്കി വെക്കുന്നതിന് മുമ്പ് അവന് തക്കതായ തുണയെ കൊടുത്തു. ഹല്ലേലൂയ. അവർ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ഏദനിൽ ജീവിച്ചു കാണുവാൻ ദൈവം അതിയായി ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ആമേൻ ഈ സന്തോഷം നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. സന്തോഷം നിലനിൽക്കണമെങ്കിൽ ആമേൻ അതെ നാം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. നമുക്കറിയാം ഇന്ന് ലേറ്റസ്റ്റ് മോഡലിലുള്ള ഒരുപാട് വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയർ പുതിയ പുതിയ മോഡലുകൾ, പുതിയ പുതിയ ആമേൻ അതെ നിലവാരത്തിലുള്ള ആമേൻ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ആമേൻ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ വാഹനങ്ങൾ ആമേൻ നിരത്തിലിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വാഹനത്തിന് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ആ വാഹനത്തിന്റെ വില കൊടുത്ത് വാങ്ങിക്കുവാൻ ആമേൻ താല്പര്യമുള്ളവർ ആമേൻ ആ കമ്പനി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ വാഹനം വാങ്ങിക്കുവാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. അതേ കാശ് കൊടുത്ത് വാഹനം വാങ്ങിച്ചു. ആമേൻ ഞാൻ വാങ്ങിയ വാഹനമാ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇത് ഓടിക്കുവാനുള്ള ആമേൻ അനുവാദം എനിക്കുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ഓടിക്കാൻ തയ്യാറായ ഒരിക്കലും റോഡിലൂടെ ആ വാഹനം നമുക്ക് കൊണ്ടുപോകുവാൻ പറ്റത്തില്ല. ആമേൻ റോഡ് നിയമങ്ങളുണ്ട്. ആമേൻ അതേ ഗവൺമെന്റ് ആമേൻ പബ്ലിക്കിന് വെച്ചിരിക്കുന്ന ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ആ വാഹനം അതേ റോഡിലൂടെ നമുക്ക് കൊണ്ടുപോകുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കാശ് കൊടുത്ത് ഞാൻ വാങ്ങിയതാ, എന്റെ സ്വന്തമാ, എന്റെ വാഹനമാ, അത് വീട്ടിൽ വെക്കാനേ പറ്റത്തുള്ളൂ, പൊടി തുടച്ച് തുരുമ്പ് പിടിക്കാതെ കണ്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അത് റോഡിലൂടെ കൊണ്ടു നടക്കണമെങ്കിൽ റോഡ് നിയമം അനുസരിക്കണം. എന്താണ്? ഒന്ന്, റോഡിന്റെ ടാക്സ് അടയ്ക്കണം. ആമേൻ റോഡ് നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ആമേൻ ഇൻഷുറൻസ് അടയ്ക്കണം. ആമേൻ അതെ നോക്കുക, വാഹനം വാങ്ങിച്ചത് കൂടാതെ വാഹനം റോഡിലേക്ക് ഇറക്കണമെങ്കിൽ അതെ ഇൻഷുറൻസ് അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഹല്ലേലൂയ. അതുപോരാ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. ആമേൻ അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ വില കൊടുത്ത വാഹനം എനിക്ക് റോഡിലൂടെ ഓടിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ കൊച്ചു കുട്ടികൾക്ക് ആമേൻ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ എത്ര വലിയ വാഹനമാണെങ്കിലും വാങ്ങി വീട്ടിൽ വെച്ച് അത് പൊടി തുടച്ച് തുരുമ്പ് പിടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ വില കൊടുത്ത മനുഷ്യൻ ആമേൻ ആ വാഹനം നിരത്തിലിറക്കണമെങ്കിൽ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ആമേൻ അതെ നിയമങ്ങൾ അറിയാം, പക്ഷേ നിയമം ലംഘിച്ചാൽ ആ വാഹനം പിടിക്കപ്പെടും. ആമേൻ വാഹനം ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം, അത് ആമേൻ അതെ റദ്ദാക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യന്റെ ആഗ്രഹം സബലീകരിക്കപ്പെട്ടെങ്കിലും ആമേൻ അത് കണ്ടിന്യൂ ആയി അത് സന്തോഷമായി തീരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആമേൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതേ നിയമങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ ആ സന്തോഷം അതേ കണ്ടിന്യൂ ആയി നിലനിൽക്കത്തുള്ളൂ. വാഹനം വാങ്ങിച്ചാൽ സന്തോഷമാ, ആ വാഹനം വീട്ടിൽ കൊണ്ടുവരുന്നത് സന്തോഷമാ, പക്ഷേ ആ വാഹനം എന്ന് വീട്ടിൽ കൊണ്ടിടാനുള്ളത് അതെ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആമേൻ പോകുവാനാണ് വാഹനം. സ്തോത്രം. ആ വാഹനം നമുക്ക് ഉപയോഗപ്രദമായി അതെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ വില മാത്രം കൊടുത്താൽ പോരാ. ആമേൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് അത് മനസ്സിലാക്കി നിയമങ്ങൾ അനുസൃതമായി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ആ വാഹനവുമായിട്ടുള്ള സന്തോഷം അത് ജീവിതത്തിൽ ആനന്ദമായി മാറത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട്
അതുകൊണ്ട് ഏദനിൽ ദൈവം ആമേൻ സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവം ആക്കി വെച്ച കുടുംബത്തോട് ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് സന്തോഷിക്കാം, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നുവെന്ന വചനം പറയുന്നു. നിന്റെ യൗവനത്തിലെ ഭാര്യയെ നീ സന്തോഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അവന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ഇന്ന് മിക്കവരുടെയും ഭാര്യമാര് വീട്ടിലില്ല. ഹല്ലേലൂയ. അവർക്ക് വീട്ടിലിരിക്കാൻ സമയമില്ല. ആമേൻ. വീട്ടിൽ ആമേൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ മിക്ക വീട്ടിലെ ആമേൻ സ്ത്രീകൾക്കും സാധിക്കുന്നില്ല. എന്നാൽ വചനം പറയുന്നു, ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ പോറ്റി പുലർത്തണം. സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി ആമേൻ വിവാഹത്തെ കുറിച്ചുള്ള വ്യവസ്ഥ പറഞ്ഞു വരുമ്പോൾ, ഒരു പുരുഷൻ വിവാഹം കഴിക്കുവാൻ പ്രായം കൊണ്ട് പക്വത പ്രാപിച്ച് അതിനുള്ള ആ വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ അത് വിവാഹത്തിന് വേണ്ടി തയ്യാറാകാവൂ. ഹല്ലേലൂയ. ആമേൻ. ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് മനുഷ്യനെ സൃഷ്ടിച്ച ആ ദൈവം തക്കതായ തുണയെ ആമേൻ കൊടുക്കുമ്പോൾ ഭാര്യയെ പോറ്റി പുലർത്തണമെന്ന. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ആമേൻ അതെ സമ്പാദിക്കുവാനായി ആമേൻ അതെ പഠിച്ച് ആമേൻ ജോലി ലഭിച്ച് ആമേൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓവർ ടൈം ജോലി ചെയ്ത് ആമേൻ വെട്ടിപ്പിടിക്കുന്ന ഓടുന്ന വ്യഗ്രതയിൽ അനേക കുടുംബജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഭർത്താവ് വീട്ടിലില്ല, ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ ഭാര്യയില്ല. ഇതിനിടയിലുണ്ടായ മക്കൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു? ആമേൻ അവര് അതേ മൊബൈലുമായി, അവര് കൂട്ടുകാരുമായി ആമേൻ എങ്ങനെ ഏത് നിലയിലെന്ന് അതേ മനസ്സിലാക്കാതെ ആമേൻ പോകുന്നത് കൊണ്ട് അനേക കുടുംബങ്ങൾ ഇന്ന് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, ഞാനും നിങ്ങളും ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ അതെ ഒരുക്കി കൊടുത്തു. ഒന്നാമത്തെ കുടുംബം പരാജയപ്പെട്ടു പോയത് പ്രലോഭനം പോകുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ജോലിക്കായി പോയപ്പോൾ ഹല്ലേലൂയ തന്റെ ആമേൻ ഭാര്യ തന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടത് അതെ സ്വന്തമാക്കുവാൻ, തന്റെ കാതിൽ കേട്ടത് സ്വന്തമാക്കുവാൻ, അതൊന്ന് രുചിക്കുവാൻ, അതൊന്ന് അനുഭവിക്കുവാൻ തയ്യാറായത് കൊണ്ട് ഒന്നാമത്തെ കുടുംബം പരാജയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് ഈ ലൈവിൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പാലിക്കേണ്ട നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, ഒരു അപ്പൻ എങ്ങനെ ആയിരിക്കണം, ഒരു അമ്മ എങ്ങനെ ആയിരിക്കണം, മക്കൾ എങ്ങനെ ആയിരിക്കണം, ഇളയവർ മൂത്തവരോട് എങ്ങനെ ആയിരിക്കണം, സമൂഹത്തോട് എങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന സൊസൈറ്റിയോട് എങ്ങനെയായിരിക്കണം, നാം ആയിരിക്കുന്ന രാജ്യത്ത് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ മനുഷ്യന് വളരെ വ്യക്തമായി മനസ്സിലാക്കി അത് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉലകത്തിൽ ഇന്ന് ഏതൊക്കെ ഭാഷയുണ്ടോ ആ ഭാഷയിലൊക്കെ വായിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ സത്യ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? മനുഷ്യൻ അതെ സന്തോഷിക്കണം, മനുഷ്യൻ ആനന്ദിക്കണം. കേവലം ബിവറേജിൽ നിന്ന് കിട്ടുന്ന കളർ മാറ്റിയ വെള്ളം കുടിച്ച് ആമേൻ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ മരിച്ചു പോകുന്ന മൃഗത്തിന് സമാനമാകുന്നു എന്ന് പറയുന്നത് പോലെ ആമേൻ ഇത് കഴിച്ച് അതേ മൃഗസമാനമായ ജീവിതം അത് സന്തോഷമായി കാണുന്നവരുണ്ട്. എന്നാൽ ആമേൻ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാ, അത് മനുഷ്യന്റെ ശരീരം നശിപ്പിക്കുന്നതാ. ആമേൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും നാൽക്കാലി ജീവികൾ ഏതെങ്കിലും ബിവറേജിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നേ? അവർക്ക് വായിക്കാൻ അറിയില്ല, എന്നിട്ടും അവരുടെ ശരീരത്തിന് ഹാനികരമാകുന്നു എന്ന് ആമേൻ അറിയാതെ പോലും അതിന്റെ മുമ്പിൽ പോയി ക്യൂ നിന്ന് ആമേൻ വാങ്ങി കഴിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. പിന്നെ പലരും മേടിച്ച് അതിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് ആമേൻ ബുദ്ധിയും ജ്ഞാനവും വിവരവും ഉള്ള മനുഷ്യൻ
മൃഗത്തെക്കാളും അധപ്പതിച്ച് ജീവിക്കുന്ന ആമേൻ ഒരു സാഹചര്യത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനത്തിൽ ഇന്ന് നരകതുല്യമായി അറവുശാല പോലെ ആമേൻ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ ഇല്ലാതെ കത്തികൊണ്ട് കുത്തിയും വെട്ടിയും ആസിഡ് എറിഞ്ഞ് ഒരു കാലത്ത് നടന്നു പോകുന്നവരെ ആസിഡ് എറിഞ്ഞ് തകർക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, പിടിച്ചു പറിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ? മനുഷ്യന് സന്തോഷിക്കണം, മനുഷ്യന് ആനന്ദിക്കണം. സന്തോഷിക്കുവാൻ തടസ്സമായിട്ടുള്ളതിനെ, ആനന്ദിക്കുവാൻ തടസ്സമായിട്ടുള്ളതിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആരും കൊല ചെയ്യുവാൻ എത്രയെത്ര കേസുകളാ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ഈ ഭൂമിയെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ നിയമം ലംഘിക്കാതെ, നിയമം എന്തെന്നറിഞ്ഞ് അത് ജീവിക്കുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ അതിന്റെ സന്തോഷവും അതിന്റെ ആനന്ദവും അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. മിക്ക കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം എന്താ? മനുഷ്യ മിക്കവരും പ്രാർത്ഥന റിക്വസ്റ്റ് ആയിട്ട് ആമേൻ വിളിക്കുമ്പോൾ പറയാറുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോയി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല, ശരീരമാസകലം വേദന, അതേ ജോലി സ്ഥലത്തെ ടെൻഷൻ. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി സ്ഥലത്തായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥാപനത്തിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അതിൻ്റെതായ സമയത്ത് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം ഓരോ സ്ഥാപനങ്ങൾക്കും, അത് ചെറുതാകട്ടെ അത് വലുതാകട്ടെ, അത് ഗവൺമെന്റിൻ്റെതാകട്ടെ അത് പ്രൈവറ്റ് ആകട്ടെ, ഈ ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി നിമിത്തം ആയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ശരീരം കൊണ്ടും അവരുടെ മനസ്സുകൊണ്ടും ചെയ്തു തീർക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ശാരീരികമായും മാനസികമായും വളരെ ക്ഷീണിതരായിരിക്കാം എത്തപ്പെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ക്ഷീണിച്ചു വരുന്ന ഒരു പുരുഷന്, ഒരു ഭർത്താവിന് ആമേൻ തുണയായി, സഖിയായി, സപ്പോർട്ടായി ആക്കി വെച്ചിരിക്കുന്ന ഭാര്യയും കൂടെ ആമേൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതേ ജോലി സ്ഥലത്തായ രണ്ടുപേരും വരുമ്പോൾ രണ്ടുപേരെയും അതേ താങ്ങാൻ സഹായിക്കാൻ ആരുമില്ല. അവർക്ക് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവും, ആമേൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇന്ന് മിക്ക കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ, പരസ്പരം സപ്പോർട്ടാകാൻ കഴിയാത്തത് കൊണ്ടാണ്. ആമേൻ. അതെ, സമ്പാദിക്കാൻ വേണ്ടി ഓടുന്ന വ്യഗ്രതയിൽ അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരു കുടുംബവും തകർന്നു പോകാതിരിക്കുവാൻ, ആമേൻ, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായിരിക്കുന്ന സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന നിയമം അനുസരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സമാധാനപരമായ സന്തോഷമായ കുടുംബജീവിതം നയിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വായിച്ച വാക്യം ആമേൻ സങ്കീർത്തനം 16:11 ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതേ, സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആമേൻ ഈ സത്യം, ഈ യാഥാർത്ഥ്യം ആമേൻ തിരിച്ചറിയണം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഏത് മനുഷ്യനും ജീവൻ കൊതിക്കുന്നു, ജീവിക്കണം കുറച്ചു കാലം കൂടെ. ആമേൻ. അതിനുവേണ്ടിയാ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാ കഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിക്കാൻ ആമേൻ സാധിക്കത്തില്ല, നേരോടെ നീ ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിന്റെ പാത നീ എനിക്ക് എന്ത് ചെയ്യണം? കാണിച്ചു തരണം. ജീവന്റെ ദാതാവായ ദൈവത്തെ അറിഞ്ഞ ഒരു ഭക്തൻ പറയുകയാണ്, ജീവിതത്തിന്റെ പാത നീ എനിക്ക് കാണിച്ചു തരണം. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ജീവന്റെ ദാതാവായ ആമേൻ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ സന്തോഷത്തിന്റെ പരിപൂർണത ആമേൻ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ വലതുഭാഗത്ത് എന്നേക്കും ആനന്ദവും ഉണ്ട്. ഹല്ലേലൂയ.
സന്തോഷവും ആനന്ദവും നൽകുന്നത് എന്തെന്ന് അറിയുന്നത് അവ ആസ്വദിക്കുന്നതിന്റെ തുടക്കമാണ്. ഹല്ലേലൂയ. നമ്മൾ ആസ്വദിച്ച് ജീവിക്കണം. ജീവിതം എന്ന് പറയുന്നത് അതെ ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നമ്മുടെ അതേ കുഞ്ഞുങ്ങളുമായി, നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയുമായി, നമുക്ക് നമ്മുടെ മാതാപിതാക്കളുമായി ആമേൻ ജീവിതം ആസ്വദിച്ച് അതെ സന്തോഷിച്ച് ആനന്ദമായി അതെ തീർക്കണമെങ്കിൽ ആമേൻ അതിനൊക്കെ നമുക്ക് സമയവും സാഹചര്യവും വേണം. രാവിലെ എഴുന്നേറ്റാൽ ജോലി സ്ഥലത്തേക്ക് ഓടി ലൈറ്റ് അണയ്ക്കുമ്പോഴത്തേക്ക് തിരികെ വരുന്നു. മിക്ക മാതാപിതാക്കളും വീട്ടിൽ വരുമ്പോൾ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും. മക്കളുമായി സമയം ചെലവഴിക്കുവാൻ, ജീവിത പങ്കാളിയുമായി സമയം ചെലവഴിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. കാരണം ജീവിതത്തിന്റെ തിരക്കേറിയ അതേ ഓട്ടത്തിൽ ഹല്ലേലൂയ ആമേൻ ഇല ഒഴിഞ്ഞു വീഴുന്നത് പോലെ ജീവിച്ചു തീരുന്നതിന് മുമ്പേ പലരും കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് വേദന സഹിക്കാൻ ആമേൻ അതെ കഴിയാത്ത വിധത്തിലുള്ള പ്രയാസങ്ങളും അതെ പ്രതികൂലങ്ങളും മനുഷ്യന്റെ ചിന്തക്കകത്ത് ആമേൻ ഉത്തരം കിട്ടാത്ത നിലയിലുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ ആമേൻ ഓരോ ദിവസവും ആമേൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആമേൻ പരിസ്ഥിതിയിൽ അതെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യനെ കൊണ്ട് അവന്റെ ബുദ്ധി കൊണ്ടോ അവന്റെ ശക്തി കൊണ്ടോ അവന്റെ കഴിവ് കൊണ്ടോ അവന്റെ പണം കൊണ്ടോ അവന്റെ പ്രാപ്തി കൊണ്ടോ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അതെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്തൻ പറയുകയാണ്, ഇതിന്റെയൊക്കെ നടുവിലും ജീവന്റെ പാത നീ എനിക്ക് കാണിച്ചു തരണം. ആമേൻ. നിന്റെ സന്നിധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത്. അപ്പോ ജീവിതത്തിന്റെ തിരക്കേറിയ ഈ സാഹചര്യത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാകുന്നുവെങ്കിൽ മാത്രമേ അതേ ജീവിതത്തിൽ അതേ സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതം നയിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഓരോ മനുഷ്യനും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആമേൻ ഒരു ആമേൻ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിന് അവരുടേതായ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിലവാരമുണ്ട്. അത് മായയിലേക്കാണ് നയിക്കുന്നത്. ദൈവരാജ്യത്തിന് നിത്യമായ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആമേൻ താക്കോലുണ്ട്. ഹല്ലേലൂയ. ആ താക്കോലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഈ ഉച്ച സമയത്ത് ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രിയ മാതാവേ, പിതാവേ, ഒരു പക്ഷേ ഹൗസ് വൈഫ് ആയിരിക്കാം, ഒരു പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലയിൽ ആമേൻ വളരെ അധ്വാനിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ആമേൻ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു സ്റ്റുഡന്റായി ആമേൻ അതെ വിദേശത്ത് പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, സ്വദേശത്തായിരിക്കാം, ആരുമായിക്കട്ടെ എന്റെ കൂടപ്പിറപ്പേ, മനുഷ്യൻ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, അവൻ ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. പലരും സമ്പാദിക്കുന്ന പണം കൊണ്ട് ബിവറേജിൽ പോയി കുപ്പി വാങ്ങിച്ച് കഴിക്കുന്നതിലൂടെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ശരീരത്തിന് അല്പം സന്തോഷമൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ അല്പം കഴിക്കണമെന്ന്. മനുഷ്യ, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നില്ലേ? ഇത് നിന്റെ ശരീരത്തിന് ആനന്ദമല്ല, ഇത് നിന്റെ ശരീരത്തിന് ആമേൻ അതെ കേടാക്കുന്ന വസ്തുവാ. ഹല്ലേലൂയ. അത് ഹാനികരമാണ്. അതൊരിക്കലും നിന്റെ കുടുംബത്തിന് സമാധാനം തരത്തില്ല. അതൊരിക്കലും നിന്റെ ശരീരത്തിന് സന്തോഷമാകത്തില്ല. അത് നിന്റെ തലമുറയ്ക്ക് നാശമേ എത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിന് അവരുടേതായ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിലവാരമുണ്ട്. അപ്പൊ ഈ ലോകത്തിൽ പലരും പല രീതിയിലാണ് സന്തോഷിക്കുവാൻ വേണ്ടി അത് സമയം ചെലവഴിക്കുന്നത്. തെറ്റായ രീതിയിലുള്ള സന്തോഷം എവിടെയൊക്കെ ലഭ്യമാകുന്നുവോ അവിടേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നവർ ആമേൻ അതെ വീണുകൊണ്ടിരിക്കുകയാ, തകർന്നുകൊണ്ടിരിക്കുകയാ, നശിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ലോകത്തിന് ആമേൻ ഒരുപാട് വഴികളുണ്ട്. എന്നാൽ യഥാർത്ഥമായ വഴി ഏതെന്ന് തിരിച്ചറിഞ്ഞ്
കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായ ഭവനം സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉള്ളതായി തീരണമെങ്കിൽ ആമേൻ ജീവന്റെ പാത ആമേൻ ഏതെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ താക്കോൽ വാക്യമായി നമ്മൾ വായിച്ച തിരുവചനം ജീവന്റെ പാത അറിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആദ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ പാത ഏതാണെന്ന് എന്ത് ചെയ്യണം? അറിയണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ജീവിത പാത നസ്രനായ യേശു ക്രിസ്തുവാണ് എന്ന് അദ്ദേഹം ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ഹല്ലേലൂയ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആമേൻ. അന്നും ഇന്നും ശക്തിയുക്തം ഇതിനെ നിഷേധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ ആമേൻ ഒരു സത്യം കർത്താവായ യേശു ക്രിസ്തു ആമേൻ സമകാലികരായിരിക്കുന്ന യഹൂദന്മാരോട്, പരീശന്മാരോട്, സദ്ദൂക്യരോട്, തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോട് ദേവാലയത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ യഹൂദന്മാർ പതിവ് പോലെ നിലത്ത് കുനിഞ്ഞ് കല്ലെടുത്ത് അവൻ എറിയുവാൻ തക്കവണ്ണം തയ്യാറായി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ആമേൻ അതേ പതിവ് പോലെ യഹൂദന്മാർ അന്ന് സത്യം യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയ യേശുവിനെതിരെ കല്ലെടുക്കുവാൻ തയ്യാറായത്. ഇന്നും സത്യം ആര് പറയുന്നുവോ, സത്യത്തിന് വേണ്ടി ആര് നിൽക്കുന്നുവോ അവർക്കെതിരെ സംഘടിക്കുന്നവരും അവർക്കെതിരെ ശക്തിയുക്തം എതിർക്കുന്നവരും ഈ ലോകത്തിലുണ്ട്. കാരണം ഈ ലോകം അവനെ അറിഞ്ഞില്ല, നിങ്ങളെയും അറിയില്ല. ഹല്ലേലൂയ. സത്യത്തിന് എവിടെയും വിലയില്ല. ആമേൻ. സത്യസന്ധമായി പണിയെടുത്ത് ജീവിക്കുവാൻ എവിടെ ആളുകൾ തയ്യാറാകുന്നുവോ അവർക്ക് ന്യായമായ കൂലിയോ ന്യായമായ വേതനമോ കൊടുക്കാതെ അനീതിയിലൂടെ രസിക്കുന്ന, അനീതിയിലൂടെ വെട്ടിപ്പിടിക്കുവാൻ നോക്കുന്നവർക്ക് അന്നും ഇന്നും ആമേൻ നിലനിൽപ്പുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്, വ്യാമോഹിക്കുന്നവരുണ്ട്. പക്ഷേ ആമേൻ ഇന്ന് ലോകം ആമേൻ സത്യമായ നഗ്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റിലൂടെ, വഞ്ചനയിലൂടെ, പിടിച്ചുപറിയിലൂടെ സമ്പാദിച്ചവരും ആമേൻ സന്തോഷം ആമേൻ കണ്ടെത്തിയവരും കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സമകാലിക സംഭവങ്ങൾ നമുക്ക് അതിന് മറുപടി തന്നുകൊണ്ടിരിക്കുമ്പോ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, വാത്സല്യ എന്റെ കൂടെപ്പുറപ്പേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. ജീവന്റെ പാത മനുഷ്യന് വെളിപ്പെടുത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും നമ്മുടെ കർത്താവും വ്യക്തിഗത രക്ഷകനുമായി അംഗീകരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ വസിക്കത്തക്ക വിധത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിപ്പാൻ, നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം നിഷേധിക്കുന്നവർക്ക് ഈ സന്ദേശം ആനന്ദമാകത്തില്ല, അനുഗ്രഹമാകത്തില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. അനുഗ്രഹീതനായ ആമേൻ ബാബുജി സത്യവേദ പുസ്തകം വായിക്കുമായിരുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. കാരണം ലളിതമായ ജീവിതം, ആമേൻ, അതെ അഹിംസ, ആമേൻ, അതെ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതം താൻ വളരെ മാതൃകയോടെ ആമേൻ അതെ കാണുന്നു എന്ന് തന്റെ ഡയറി കുറിപ്പുകളിൽ തന്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ നിറയുവാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ദൈവവചനത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും ആമേൻ നാം അവനുമായി സഹകരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദൈവിക അഭിഷേകം
ഹല്ലേലൂയ. നല്ല ദാമ്പത്തിക ജീവിതം, നല്ല ആരോഗ്യം, ആമേൻ, നമുക്ക് ആവശ്യമായ സമ്പത്ത്, നമുക്ക് ആവശ്യമായ സമാധാനം, അതുപോലെ പ്രീതി മുതലായവ നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ. അങ്ങനെ വിജയകരമായ ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാൻ ഒരു മനുഷ്യനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന, ആമേൻ, ജീവന്റെ ദാതാവായ ദൈവത്തോട് അടുക്കുന്ന ഒരു ദൈവ പൈതലിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് പകൽ സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത. ഹല്ലേലൂയ. ഇപ്രകാരം ഒരു ജീവിതത്തിനുടമയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ, ആമേൻ, അതരങ്ങൾ തുറന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഞാൻ നിങ്ങളുമായിരുന്നപ്പോൾ ലക്ഷ്യമില്ലാതെ അലഞ്ഞും തിരിഞ്ഞും വെട്ടിപ്പിടിക്കുവാൻ ഓടിയ ഓട്ടത്തിൽ പലതും നഷ്ടപ്പെട്ടു. എന്നാൽ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകിയതുകൊണ്ട് ഹല്ലേലൂയ, ആ സന്തോഷം അനുഭവിച്ച് ജീവിക്കുവാൻ ഹല്ലേലൂയ കർത്താവ് അവസരം നൽകിയതുകൊണ്ട് ഹല്ലേലൂയ, ആ ക്രിസ്തുവിലുള്ള സന്തോഷവും ആനന്ദവും കാണുവാനും അനുഭവിക്കുവാനും അത് കണ്ണ് തുറക്കുവാൻ ഇടയായി തീർന്നതുകൊണ്ട് ആമേൻ, ഈ ലൈവിൽ കുടുംബമായി നിങ്ങളോട് ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിപ്പാനും ഈ സന്ദേശങ്ങളൊക്കെ അറിയിപ്പാനും കർത്താവ് കൃപ ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയുമാകട്ടെ, ഏത് രാജ്യത്തുമാകട്ടെ, ഭാര്യയും ഭർത്താവും മക്കളുമായി സന്തോഷത്തോടെ കഴിയത്തക്ക വിധത്തിൽ സകലവിധ നന്മകളെ കൊണ്ട് ഐശ്വര്യങ്ങളെ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നിങ്ങൾ അയൽവക്കത്തുകാരെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്നലെ ആമേൻ കണ്ട ഒരു വ്യക്തിയെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോയാൽ ഒരിക്കലും നിങ്ങൾ ആമേൻ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം മനുഷ്യരെല്ലാം ആമേൻ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയും. മനുഷ്യന്റെ സ്വഭാവം അവന് ആമേൻ ഏത് സമയവും അതെ മാറ്റി ആമേൻ മറിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ ആമേൻ അതെ മതിൽമേൽ ഇരിക്കുന്ന ആമേൻ തേങ്ങ പോലെ അപ്പുറത്തോട്ടാണോ ഇപ്പുറത്തോട്ടാണോ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ കർത്താവായ യേശുക്രിസ്തുവിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആമേൻ അതെ കണ്ട് നേരിൽ സംസാരിക്കുവാൻ ഒരവസരം ദൈവം ഒരുക്കിയപ്പോൾ ഹല്ലേലൂയ ആമേൻ അവൻ വീണ് കിടക്കുന്ന സമയത്ത് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ച് ആമേൻ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ സ്വർഗീയ ദർശനത്തിന് ആമേൻ സമർപ്പിക്കപ്പെട്ട് ദൈവിക പ്രവൃത്തിയുടെ ഭാഗമായി മാറുവാൻ മാനസാന്തരപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറായ അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ ഈ ലോക ജീവിതത്തിൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയിലെ ഒരു വ്യക്തി പോലും ആമേൻ സന്തോഷമില്ലാതെ ആനന്ദമില്ലാതെ ജീവിച്ചു കാണുവാൻ ആമേൻ ഇടയാകാതിരിക്കേണ്ടതിന്, അവർ സന്തോഷത്തിന്റെ പരിപൂർണത പ്രാപിക്കുവാൻ ഇടയാകേണ്ടതിന് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് ദൈവം കൊടുത്ത ദൂത് ഇങ്ങനെ കൈമാറി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ ഫലത്തു ഭാഗത്തിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ആ ക്രൂശിൽ ആമേൻ അതേ സഹിച്ച വേദകൾ ഹല്ലേലൂയ ഒരു സന്തോഷമായി പരിണമിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സന്തോഷം അവൻ ഓർത്തു. ഇന്ന് പകൽ കഷ്ടതയിലൂടെ വേദനയിലൂടെ നിരാശയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്നും ഈ കഷ്ടതയിലായിരിക്കാൻ, എന്നും ഈ പ്രതികൂലത്തിലായിരിക്കാൻ, എന്നും ഈ പ്രതിസന്ധിയിലായിരിക്കാൻ ദൈവം ആമേൻ ഒരു ഭക്തനെ അനുവദിക്കത്തില്ല. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു സന്തോഷം വെച്ചിട്ടുണ്ട്. അതിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം
ഹല്ലേലൂയ. അതേ കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം. ഹല്ലേലൂയ. അത് വിശ്വാസികളായ ആളുകളെ പിതാവിന്റെ ഭവനത്തിലേക്ക് ആമേൻ എത്തിക്കുക. ഹല്ലേലൂയ. നിത്യതയിലേക്കുള്ള വഴി ഓപ്പണായി ആമേൻ നിൽക്കുന്നു. ഞാൻ വാതിലാണ്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗത്തിലേക്കുള്ള പിതാവായ ദൈവത്തിലേക്കുള്ള ഏക വാതിലായി ആമേൻ നിൽക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. ആ സന്തോഷം അറിഞ്ഞ് ആമേൻ അതേ മുമ്പോട്ട് അതേ ജീവിക്കുവാൻ ആ ജീവിത പാതയിലൂടെ ഹല്ലേലൂയ അനേകര് നിത്യതയിലേക്ക് എത്തുവാൻ ഉതകത്തക്ക വിധത്തിൽ വളരെ സമർപ്പണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതുകൊണ്ട് പിതാവായ ദൈവം സകല നാമത്തിനും മേലായ നാമം കൊടുത്ത് ആമേൻ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. ഭൂമിയിൽ ഹല്ലേലൂയ അവൻ ആമേൻ അതേ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അനേകര് ദൈവത്തെ അറിയുവാൻ ഇടയാകേണ്ടത് തന്റെ ജീവിതം, തന്റെ പ്രസംഗം, തന്റെ പ്രാർത്ഥന എല്ലാം ആ നിലയിലായി തീർന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഹല്ലേലൂയ. ആമേൻ. അത് സ്വർഗത്തിൽ ദൈവം അവനെ ആമേൻ വലതുഭാഗത്ത് ആമേൻ ഇരുത്തി ഇരിക്കുന്നു എന്നുള്ള സത്യം ആമേൻ നിഷേധിക്കുവാൻ ആമേൻ പലർക്കും കഴിയും. ഹല്ലേലൂയ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ 66 പുസ്തകം അടങ്ങിയ സത്യവേദ പുസ്തകം അംഗീകരിക്കാത്തവർക്ക് ഈ സന്ദേശം സന്തോഷമാകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഇനി അവന് മേലെയുള്ള ഒരു നാമം ഇവിടെ വരാനില്ല. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം. അതെ, പഴയ നിയമ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ശലോമോനെ പോലെ ജ്ഞാനിയായവർ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ശലോമോനിലും വലിയവൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഇനി ഒരു മഹാൻ ഈ ലോകത്തിൽ ജനിക്കാനില്ല. ഹല്ലേലൂയ. ജനിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിലേക്കുള്ള ജീവിത പാത പിന്തുടരുന്നവർക്ക് ശാശ്വതമായ സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. രഹസ്യമായി മങ്ങുന്ന സന്തോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലോകത്തിലെ ആനന്ദങ്ങൾ ഹല്ലേലൂയ. എന്നാൽ ദൈവവുമായി അഭേദ്യ ബന്ധമുള്ള ഒരു ദൈവ വൈതലിന് കഷ്ടതയായാൽ, ബുദ്ധിമുട്ടായാൽ, പ്രയാസമായാലും അവര് ആത്മാവിൽ സന്തോഷിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ അവർ വായിക്കുന്ന വചനം അതെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ പകർച്ച. ഇന്നും വചനം വിശ്വസിക്കുന്നവരെവിടെയുണ്ടോ, മുഴങ്ങാൻ മടക്കുന്നവരെവിടെയുണ്ടോ അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ക്രിസ്തുവിന്റെ മനസ്സിന്റെയും ആ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെയും വിശുദ്ധിയുടെ ആമേൻ ആ വിശുദ്ധിയിലേക്ക് ആമേൻ ആമേൻ ഒന്ന് പ്രവേശിക്കുവാൻ ഈ സങ്കീർത്തനക്കാരൻ നമുക്ക് ദൂത് നൽകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ ചിന്തകൾ വെളിപ്പെടുത്തി ആമേൻ അവന്റെ ഈ ലോക ജീവിതത്തിൽ ആമേൻ പിതാവുമായി സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സത്യങ്ങൾ തിരുവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഹല്ലേലൂയ. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഹല്ലേലൂയ. ആമേൻ. അവന്റെ വിശ്വാസം എന്തായിരുന്നു? അതെല്ലാം അത് വായിക്കുകയും അത് ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന അവനിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ഉത്തമ മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞത്
ഹല്ലേലൂയ. മഹത്വത്തിലേക്കും നിത്യമായ സന്തോഷത്തിലേക്കും അത് നയിക്കുന്ന വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും വഴി കർത്താവായ യേശുക്രിസ്തു തന്നെ അനുഗമിക്കുന്ന ഒരു ശിഷ്യന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ അതിന്റെ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിങ്ങനെയാ കാണുവാൻ കഴിയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പലർക്കും സ്ഥിരതയില്ല. പല ജോലികൾ, പലരും കുറെ കാലം ചെയ്യുന്ന ജോലി കുറച്ച് കഴിയുമ്പോൾ നിർത്തി അടുത്ത ജോലി തുടങ്ങും. പലരും ഒരിടത്ത് താമസിച്ച് കുറെ കഴിയുമ്പം അത് വിറ്റിട്ട് അടുത്തടുത്തേക്ക് പോകും. സ്ഥിരതയിൽ ആമേൻ. അങ്ങനെ ആയിരിക്കുന്ന ലോകത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയിലെ അംഗമായിരിക്കുന്ന ഓരോരുത്തരും അന്നും ഇന്നും ഞാൻ എന്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ഓരോരുത്തരും സ്ഥിരതയോടോടുന്നവരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും. ഹല്ലേലൂയ. ആരെയാണ് ധ്യാനിക്കേണ്ടത്? ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. പലരും ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കുകയാ. ഓ, ഇനി ഇങ്ങേരുടെ കൂടെ ജീവിച്ച് മടുത്തു, ഇനി ഇവരുടെ കൂടെ ജീവിച്ച് മടുത്തു, ഇനി ഈ ജോലി ചെയ്ത് മടുത്തു, ഈ ദേശത്ത് ജീവിച്ച് മടുത്തു. ദൈവസഭയുടെ അംഗമായി മാറിയ ഞാൻ ഒരിക്കൽ കൂടെ എടുത്തു പറയട്ടെ, ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു മതത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മതമെന്ന് പറയുന്നത് മനുഷ്യന്റെ അഭിപ്രായമാണ്. പലരുടെയും ജീവിതത്തിൽ ഉണ്ടായ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ആമേൻ അതേ വ്യക്തികളെ ചേർത്ത് പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്, രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിക്കപ്പെട്ട സഭയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആ സഭയുടെ നാഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ അവനെ ശ്രദ്ധിച്ചു നോക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞെ, അഭിഷക്തനെ, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകലിലും നിന്റെ വീട്ടിനകത്തുണ്ടാകാം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകാം. കൈപ്പേറിയ അനുഭവം ഉണ്ടാകാം, നിരാശയുടെ അനുഭവം ഉണ്ടാകാം, ഞെരുക്കത്തിന്റെ അനുഭവം ഉണ്ടാകാം. എന്നാൽ വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഇന്നും അന്നും നേരോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ ശക്തിയുക്തം ആമേൻ പ്രവർത്തിക്കുന്ന പാപികളുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവർക്ക് ഭയങ്കര പ്ലാനാ. ആഴ്ച ഒരു ദിവസം പോലും മുടങ്ങാതെ പണിയെടുക്കണം, കിട്ടുന്ന കാശും കൊണ്ട് ബിവറേജിൽ പോയി മേടിക്കണം, കമ്പനി കൂടണം. തെറ്റായ ചിന്തകൾ, പാപികളുടെ കൂടെ, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിക്കരുത്. ചിലർക്ക് അത് ഭയങ്കര ഹരവാ. മറ്റുള്ളവരെ പരിഹസിക്കുക, മറ്റുള്ളവരെ പുച്ഛിക്കുക. പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരും ദുഷ്ടത്തരം കാണിക്കുന്നവരും അമ്പേ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് പരാജയപ്പെടാതെ നേരോടെ നടക്കുന്ന
പ്രിയപ്പെട്ടവർക്ക്, ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച, ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ആരെങ്കിലും പറയുന്നത് കേട്ട് ഓടാതെ അവനെ കുറിച്ച് അറിയുവാൻ, അവനെ ശ്രദ്ധിക്കുവാൻ തയ്യാറാകുക. അങ്ങനെ അവനെ ശ്രദ്ധിക്കുന്നവരോടാ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. എന്നെയും നിങ്ങളെയും ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരും പ്രവർത്തിക്കുന്നവരും ചുറ്റുപാടുമുണ്ടെങ്കിൽ അവര് പാപികളാണ്. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തയ്യാറായപ്പോ അവനെതിരെ ഒത്തുകൂടിയത് പാപികളായിരുന്നു. ബറബ്ബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ആരെ ബറബ്ബാസ്? കള്ളനായിരുന്നു, കൊലപാതകനായിരുന്നു, രാജദ്രോഹിയായിരുന്നു, വെട്ടിപ്പിടിക്കുന്നവനും കൊലപാതകനും കൂട്ടിപ്പിടിപ്പീരും സകല അനീതിയും സകല വഞ്ചനയും ചെയ്യുന്നവനായിരുന്നു. ലോകം പറഞ്ഞു, അവനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്ക. ഇന്നും നിരപരാധിയെ ക്രൂശിക്കുന്ന ലോകത്ത് സത്യത്തിനു വേണ്ടി നേരോടെ ജീവിക്കുന്നവർക്കെതിരെ അതെ സംഘടിക്കുന്ന ആളുകൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഇന്ന് പകൽ ആരെങ്കിലും നിരപരാധികളായി വേദനിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, നിരാശപ്പെടുന്ന അനുഭവം ഉണ്ടെങ്കിൽ, സന്തോഷം, ആനന്ദം അത് അനുഭവിക്കുവാൻ ഇടയാകേണ്ടതിന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആരെ ധ്യാനിക്കണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ. ഹല്ലേലൂയ. ജീവങ്കലേക്ക് പോകുന്ന വാതി ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. അപ്പൊ ഈ ജീവനിലേക്ക്, ഈ സന്തോഷത്തിലേക്ക്, ഈ പരിപൂർണതയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലുള്ള വഴി ഇടുക്കമാണ്, ഞെരുക്കമാണ്. എന്ന് പറഞ്ഞാൽ അവര് നിയമം, അത് റോഡ് നിയമം അറിഞ്ഞ, ഞാൻ താമസിക്കുന്ന ഈ ടൗണിൽ വൺ വേ ഉണ്ട്. പലപ്പോഴും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചു പോകുന്നവരെ പിടിക്കാൻ പോലീസുകാർ നിൽക്കുന്നുണ്ട്. എന്തിനാ? നമ്മള് റോഡ് നിയമങ്ങൾ അനുസരിച്ച് പോയില്ലെങ്കിൽ ആക്സിഡന്റുകൾ ഉണ്ടാകും, റോഡിൽ തിരക്ക് ഉണ്ടാകും, ബ്ലോക്ക് ഉണ്ടാകും, അത് അനേകർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതെ നേരായി നയിക്കാൻ സിഗ്നലുകൾ വെച്ചാലും അതിനെ ലംഘിക്കുന്നവരുള്ളത് കൊണ്ട് നിയമം കർക്കശമാക്കി, നിയമം കഠിനമാക്കി കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, സ്വർഗത്തിലെ ദൈവം മാനവരാശി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കൊടുത്തിരിക്കുന്ന നിയമം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരുണ്ട്. ഇതുവരെയും അത് അറിയാത്തവരുണ്ട്. അറിഞ്ഞവർ അത് ലംഘിക്കുന്നത് കൊണ്ട് അറിയാത്തവര് അറിയുവാൻ തയ്യാറാകാതെ പോകുന്നു. അതുകൊണ്ട് അറിഞ്ഞവരും അറിയാത്തവരും ഒരുപോലെ ഇപ്പോൾ ലോകം മുഴുവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന COVID-19 മനുഷ്യനെ ഒരു കാര്യം പഠിപ്പിച്ചു. ആർഭാടം. വിവാഹം എന്ന് പറയുമ്പോൾ ആർഭാടം, കയ്യിലിരിക്കുന്ന പണത്തിന്റെ മിടുക്ക് കാണിക്കാൻ, കൊഴുപ്പ് കാണിക്കാൻ ആർഭാടമായി അനേകര് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് വിവാഹം എന്ന് പറയുന്നത് ആർഭാടമില്ലാതായി. മരണം എന്ന് പറയുന്നത് വളരെ ആർഭാടമാക്കി ആഘോഷിക്കുന്ന രീതിയിൽ പലരുടെയും ബോഡി മറവ് ചെയ്യുന്നത് നമ്മൾ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതും ഇന്ന് അതിൻ്റെതായ നിലയിൽ വളരെ ഗൗരവപൂർവം ചെയ്യുവാൻ തക്കവണ്ണം അതെ, ഓണമെന്ന് പറയുമ്പോൾ വളരെ ആർഭാടമായി കഴിഞ്ഞ കാലങ്ങളിൽ എത്ര ബുദ്ധിമുട്ടായാലും എത്ര കഷ്ടമായാലും അതെ, ഓണം എന്ന് പറയുന്നത് ആഘോഷിക്കുവാൻ തയ്യാറായ ജനത ഇന്ന് COVID-19 നിമിത്തം പരിതാപകരമായ നിലയിൽ പല മത ആചാരങ്ങളും മത അനുഷ്ഠാനങ്ങളും പല സംഘടനകളുടെ പല പ്രസ്ഥാനത്തിന്റെ പല പ്രോഗ്രാമുകളും
വളരെ ആർഭാടമായി ലക്ഷക്കണക്കിന് പണം മുടക്കി ഓഡിറ്റോറിയങ്ങളും ടെന്റുകളും കെട്ടി നടത്തിക്കൊണ്ടിരുന്ന പ്രോഗ്രാമുകൾ ഇന്ന് പലരും സൂമിലൂടെയും ലൈവിലൂടെയും പണത്തിന്റെ മിടുക്ക് കാണിക്കുവാൻ, കൊഴുപ്പ് കാണിക്കുവാൻ പല പ്രോഗ്രാമുകളും നടത്തുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് പിതാവായ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവം ആക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ ആ പിശാചിനോട് അന്ന് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി, ആമേൻ, അതെ, സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയ ദൂതിന്റെ നിവർത്തീകരണമായിരുന്നു മറിയയിലൂടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് BC 700 ആണ്ടിൽ ശക്തമായി ശുശ്രൂഷിച്ച യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നവനെന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരുള്ള കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് മാനവരാശിയെ ദൈവത്തിലേക്ക് തിരിക്കുക. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ നിവർത്തീകരണം ഈ ഭൂമിയിൽ ചരിത്രത്തെ രണ്ടായി തിരിക്കുവാൻ തക്കോണമിടയായിട്ട്. ഹല്ലേലൂയ. കാലഘട്ടത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട ചരിത്ര പുരുഷനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ കുറിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുവാൻ ദൈവം ആക്കി വെച്ച അനുഗ്രഹീതനായിരുന്ന അഭിഷക്തനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ, എനിക്ക് പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഭാഗ്യം ലഭിച്ച ആ യോഹന്നാൻ മാനസാന്തര പ്രസംഗം നടത്തി. എന്തായിരുന്നു പ്രസംഗിച്ചത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. എന്താണ് സുവിശേഷം? എന്താണ് ഗുഡ് ന്യൂസ്? ആ രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാണികളിൽ തലയിൽ മുൾക്കുരയുടെ ധാരിയ, ശരീരം ദേഹമാസകലം അടിച്ചു തകർക്കപ്പെടും. ആ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തിരുവഴുത്തും പ്രകാരം മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് നാടെങ്ങും നന്മ ചെയ്തു, അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, കുരുടിന് കാഴ്ചയും ചെകിടിന് കേൾവിയും, മുടന്തന് സൗഖ്യം. അവനെ തൊട്ടവരും അവൻ തൊട്ടവരും അവന്റെ വിളി കേട്ടവർ എല്ലാം അനുഗ്രഹിക്കപ്പെടത്തക്ക പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം തന്നിലൂടെ വെളിപ്പെടുത്തി മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. അത്ഭുതങ്ങളുടെ ആരംഭമായി കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ മുന്തിരിച്ച് അറാക്കി അത്ഭുതം ചെയ്തു. തന്റെ ദൈവത്വത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി. പോയതുപോലെ വീണ്ടും മടങ്ങി വരുക എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം എന്നുള്ളത്. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി കാലാകാലങ്ങളായി ദൈവം തെരഞ്ഞെടുത്ത് മക്കളും പ്രിയമക്കളും അതെ ശുശ്രൂഷകന്മാരുമാക്കി അവിടെ ഇവിടങ്ങളിലാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ദൈവജനമേ, ഈ മാനസാന്തര പ്രസംഗം നടത്തിയ യോഹന്നാൻ സ്നാപകന്റെ തല ഛേദിച്ചു. എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല. കർത്താവായ യേശു ക്രിസ്തു അതേ പ്രസംഗം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് ഗലീല കടൽപ്പുറത്ത് പ്രസംഗിച്ച പ്രസംഗം കേട്ട പത്രോസും ശേഷം ശിഷ്യന്മാരും അവനെ അനുഗമിക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അങ്ങനെയാണ് AD 52 യെരുശലേം ദേവാലയം ആമേൻ അത് തകർക്കപ്പെട്ടപ്പോൾ എത്തപ്പെട്ട തോമസ് ലീഹ നിമിത്തം നമ്മുടെ കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം
ആമേൻ ശിഷ്യന്മാരുണ്ടായത്. ഹല്ലേലൂയ. AD 52 സ്ഥാപിക്കപ്പെട്ട ആമേൻ ദേവാലയങ്ങൾ ഇന്നും അതിന്റെ യാഥാർത്ഥ്യം ആമേൻ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഇതിനെ നിഷേധിക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിഷേധിക്കുന്നവർ അമ്പേ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഹല്ലേലൂയ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവമക്കൾക്ക് ദുഷ്ടന്മാരുടെ കൂടെ കൂടാനോ പാപികളുടെ കൂടെ പോകാനോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാനോ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമാണ്, വഴി ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. അപ്പൊ ഈ വഴി അറിയുക എന്നുള്ളത്, ഈ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കത്തില്ല. കാരണം ഈ വഴി സ്വീകരിച്ച, ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായ ദുഷ്ടന്മാരുടെ കൂടെ പോകാൻ പറ്റത്തില്ല, പാപികളുടെ കൂടെ കൂടാൻ പറ്റത്തില്ല, പരിഹാസികളുടെ കൂടെ കൂടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ച തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും ആമേൻ അതെ കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണം ഇടയാകും എന്ന് ഹല്ലേലൂയ അതെ ജീവിത അനുഭവത്തിലൂടെ ഇയ്യോബ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവന്റെ മുഖം കാണും. നോക്കണേ, ജീവന്റെ പാത കർത്താവായ യേശു ക്രിസ്തുവാ. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് എത്തുന്ന ഒരു മനുഷ്യൻ. യഹോവ ആരെന്നറിയണം? യഹോവ നീതിമാനാണ്, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവന്റെ മുഖം കാണും. ഹല്ലേലൂയ. ആമേൻ. യഹോവ നീതിമാനാണ്, അവൻ നീതിയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഹല്ലേലൂയ. ഇന്ന് പലരും ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോ തൃപ്തിയില്ലാതെ എഴുന്നേക്കുന്നത്. എന്നാൽ ഭക്തൻ പറയുകയാണ്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഹല്ലേലൂയ. പലരുടെയും മരണം തൃപ്തിയില്ലാതെ കണ്ട, പലരും തൃപ്തിയില്ലാത്തത് കൊണ്ട് സ്വയം ജീവിതം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും വാർദ്ധക്യത്തിലെത്തി രോഗശൈലിയിലായിരിക്കുകയാണ്, തൃപ്തിയില്ല. പലരുടെയും മരണം എന്ന പ്രതിഭാസം തൃപ്തിയില്ലാതെയാണ്. എന്നാൽ ഒരു ഭക്തന്റെ ജീവിതം, അവന്റെ മരണം വളരെ തൃപ്തിയോടെ ആയിരിക്കുമെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്റെ മുഖം നീതിയിൽ കാണും, ഞാൻ ഉണരുമ്പോ ഹല്ലേലൂയ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ തൃപ്തനായിരിക്കുമെന്ന് ഉറപ്പുള്ളവർ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവവുമായി കണക്ഷനുള്ള, ദൈവവുമായി അഭേദ്യ ബന്ധമുള്ള ഒരു ദൈവവൈതലിനെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ സമൃദ്ധി നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവം നൽകുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവം ഒരുക്കിയ രക്ഷ, ദൈവം ഒരുക്കിയ പാത തിരിച്ചറിഞ്ഞ് അതിലൂടെ ജീവിക്കുവാൻ തയ്യാറാകണം. 139 സങ്കീർത്തനം അതിന്റെ 24 വാക്യത്തിൽ ഹല്ലേലൂയ എന്നിൽ എന്തെങ്കിലും കുറ്റകരമായ മാർഗമുണ്ടോ എന്ന് നോക്കി ആമേൻ എന്നെ ആ നിത്യമായ വഴിയിൽ നയിക്കണമേ എന്ന് ഭക്തൻ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നീതിയോടെ ആമേൻ ജീവിക്കുന്ന ഒരു ദൈവവൈതലിന് ആമേൻ ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ ഒക്കത്തില്ല. കാരണം നീതിമാന്റെ ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതായതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തെ അവൻ ആരാധിക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 140 സങ്കീർത്തനം അതിന്റെ 13 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, തീർച്ചയായും നീതിമാന്മാർ നിന്റെ നാമത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നേരുള്ളവർ നിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? വസിക്കും. ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തിൽ എന്ത് ചെയ്യുന്നു? പ്രസാദിക്കും.
ഹല്ലേലൂയ. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് എന്ത് ചെയ്യും? ഹല്ലേലൂയ, അലങ്കരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, ഭക്തനോട് ചേർന്ന് ഇങ്ങനെ ആമേൻ പറയുക: ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരണം. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണതയും ഹല്ലേലൂയ അതേ പ്രമോദങ്ങളും ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സന്തോഷവും ആനന്ദവും ആമേൻ ജീവിതത്തിൽ അനുഭവിപ്പാൻ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആ ജീവന്റെ പാതയിൽ നടക്കുവാൻ കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിരാശപ്പെടുത്തുന്ന സമസ്ത മേഖലകൾ, ഞെരുക്കുന്ന സമസ്ത മേഖലകൾ ഇന്ന് പകൽ മാറി സമാധാനപരമായി സന്തോഷപരമായി ജീവിക്കുവാൻ, ഒരു മനുഷ്യനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ ഏക വാതിലായവൻ, ഏക വഴിയായവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുവാൻ ഈ സന്ദേശം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് മാതൃക കാണിച്ചിട്ട് പോയല്ലോ. അങ്ങയിലുള്ള വിശ്വാസം, അങ്ങയോടുള്ള പ്രാർത്ഥന, അങ്ങയെക്കുറിച്ചുള്ള ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രസംഗം, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിരുന്നല്ലോ. ഇന്ന് പകൽ ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം അയച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, നാളുകളായി ഇത് കേട്ടിട്ട്, നാളുകളായി ആമേൻ പിന്തുടർന്നിട്ടും ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തുവാൻ കഴിയാതെ ഞെരുക്കുന്ന ആമേൻ എല്ലാ അനുഭവങ്ങളും ആമേൻ മാറി കർത്താവെ ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിക്കുവാൻ കർത്താവെ ദൈവവചനത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും ഹല്ലേലൂയ കർത്താവിനോട് അടുക്കുമ്പോൾ അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരപ്പെടുമല്ലോ. നല്ല ദാമ്പത്തിക ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമല്ലോ. നല്ല ആരോഗ്യം ഞങ്ങൾക്ക് നൽകുമല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് നൽകുമല്ലോ. സമാധാനം നൽകുമല്ലോ. ഇന്ന് പകൽ അപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് സ്വർഗമേ അങ്ങ് കൈപിടിച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ നല്ല സാഹചര്യങ്ങളും ദൈവം ഒരുക്കി കൊടുക്കണമേ. അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി പഠിക്കുവാൻ, നല്ല റിസൾട്ട് വാങ്ങിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. വാർദ്ധക്യ സഹജമാകുന്ന ക്ഷീണങ്ങൾ അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. ഭവനത്തിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ മാതാക്കൾ, ഞങ്ങളുടെ പിതാക്കൾ ആരോഗ്യമുള്ളവരായി തീരട്ടെ കർത്താവേ. വാർദ്ധക്യ സഹജമാകുന്ന എല്ലാ രോഗ അവസ്ഥകളെ അതിജീവിക്കുവാൻ, ക്ഷീണാവസ്ഥകളെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ അങ്ങ് പകരുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദാസന്മാർ, ദൈവമക്കൾ, അഭിഷക്തന്മാരുണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവെ 3, 7, 21, 40 ഒക്കെ അവരവർക്ക് ഇരിക്കുവാൻ കർത്താവ് കൊടുത്ത പ്രേരണയ്ക്ക് അനുസരിച്ച് ഉപവസിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കായി, ദൈവജനത്തിനായി, ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആമേൻ അവരുടെ ഹൃദയത്തിലെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും ദൈവം ആമേൻ അവിടുത്തെ സാധിപ്പിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സതുദ്ദേശത്തോടെ ആമേൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ആ കടൽക്കരയിൽ വ്യാപരിച്ച് മുക്കുവനായിരുന്ന പത്രോസിനെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ, നിത്യരാജ്യത്തിന്റെ അവകാശിയാകുവാൻ മാനസാന്തരത്തിലേക്ക് നയിച്ച സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്ന് പകൽ വചനം കേട്ട എല്ലാവരെയും അവരുടെ അകക്കണ്ണുകൾ തുറന്ന് കർത്താവിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിപ്പാൻ സ്വർഗവിടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വേല ആ വ്യാപൃതരായിരിക്കുന്ന അഭിഷക്തന്മാർ ലോകരാജ്യങ്ങളിൽ അവിടെ ഇവിടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സുരക്ഷിതമായിരിക്കട്ടെ. കർത്താവെ, ഫേസ്ബുക്കിലൂടെ ആമേൻ, അതേ ഗൂഗിളിലൂടെ കർത്താവെ, സൂമിലൂടെ ആമേൻ, ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന മാധ്യമങ്ങളിലൂടെ കർത്താവിന്റെ വചനം അവരവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് അനുസൃതമായി ശക്തമായി ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന അനേക ദൈവദാസന്മാർ, അനേക യൗവനക്കാർ, അനേക പിതാക്കന്മാർ കർത്താവെ അവിടെ ഇവിടങ്ങളായിട്ടുണ്ട്.
കാര്യങ്ങളുണ്ട്. കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന ആമേൻ താലന്തുകൾ, ആ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി ആശ്വാസമായി പരിണമിക്കുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തെറ്റായ നിലയിൽ ഇതിനെ വിമർശിക്കുന്നവരുണ്ട്, ഇതിനെ കാണുന്നവരുണ്ട്, ഇതിനെ വീക്ഷിക്കുന്നവരുണ്ട്. ആമേൻ വിമർശിക്കുന്നവരെയോ ആമേൻ അഭിപ്രായം പറയുന്നവരെയോ അല്ലല്ലോ വിശ്വസിക്കുകയും അഭിഷേകമുള്ളവരെയും ഉപയോഗിക്കുന്ന ദൈവമേ, ഈ സദുദ്ദേശത്തോടെ ഇത് ചെയ്യുന്ന എല്ലാ പ്രവർത്തകരെയും കർത്താവ് അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവ് ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ, ഒരു പിന്മാറ്റക്കാരനെങ്കിലും മടങ്ങി വന്നാൽ, കർത്താവെ ഒരു പാപി ആമേൻ അതെ ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ തയ്യാറായാൽ, കർത്താവെ ഒരു രോഗി സൗഖ്യമായാൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുമല്ലോ. ഇന്ന് പകലിൽ കേട്ട വചനം അതിൻ്റെതായ നിലകളിൽ ശക്തിയോടെ വ്യാപരിച്ച് 100, 60 ആമേൻ അത് മേനിയായി വിളയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കർത്താവെ ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ജോലി മേഖലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, ബിസിനസ് മേഖലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. പലരുടെയും ബിസിനസ് നടക്കാത്തത് നിമിത്തം കർത്താവെ കുടുംബത്തിലെ കാര്യങ്ങൾ അവരുടെ വാടകകൾ കൊടുക്കുവാൻ കഴിയാതെ, അതേ നിത്യവൃത്തിക്ക് വകയില്ലാതെ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. ഇന്ന് പകൽ അങ്ങനെയുള്ളവരുടെ വിഷയത്തിന്മേൽ എന്റെ കർത്താവിന്റെ കരം ചലിക്കട്ടെ. വസ്തുവിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, വിദേശ രാജ്യത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സ്വദേശത്ത് നല്ല നിലയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വാടക കെട്ടിടങ്ങൾക്ക് വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, നിത്യവൃത്തിക്ക് വകയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കൊറോണ നിമിത്തം കർത്താവെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കർത്താവെ പേമാരിയാൽ, കർത്താവെ അതെ പ്രകൃതിക്ഷോഭത്താൽ ആമേൻ അതെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവര്, ജീവിതങ്ങൾ തകർന്നു പോയവര്, കണ്ണുനീരിൽ ദുഃഖത്തിലുമായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ ഈ പകൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ വിവാഹ പ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവെ പലരുടെയും വിവാഹങ്ങൾ നടക്കുവാനുണ്ടല്ലോ, തക്ക സമയത്ത് അവരുടെ വിവാഹങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ സ്വർഗമിടയാക്കണമേ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ചർച്ച ബന്ധുക്കാർ, ഉറ്റവരുടെയവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്കിലെ എല്ലാ മെമ്പേഴ്സിനായി, എല്ലാ സുഹൃത്തുക്കൾക്കായി, അവരുടെ ഫാമിലികൾക്കായി, അവരുടെ തലമുറകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അനേക പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ ഫ്രണ്ടുകളുണ്ട്, കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കർത്താവ് അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്തു. ഇനിയും ആരോഗ്യവും ബലവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകലിൽ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവര്, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവര്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവര്, കർത്താവെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടവര്, ഇന്ന് പകലിൽ ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ പുതിയ സംരംഭങ്ങൾ ആമേൻ തുടങ്ങുന്നവരുണ്ടല്ലോ കർത്താവെ. ഇന്ന് പകൽ ആരംഭിച്ചിരിക്കുന്ന അവരുടെ സംരംഭങ്ങൾ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ക്രിസ്തുവുമായി ആലോചിച്ച് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളെ കുറിച്ച് നിറച്ചാട്ട് ഇന്ന് പകലിൽ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്, ജോലി മേഖലയിലായിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവരുണ്ട്. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട് മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കാൻ വഴി നടത്തിയിരുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മോടുകൂടെയും ഈ പകൽക്കാലം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും കർത്താവിന്റെ 2ാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം നൽകി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ഈ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ കൈകോർക്കാം. യൂട്യൂബിൽ ഈ മെസ്സേജ് ലഭ്യമാണ്. ഷിജു ജോസഫ് സെർച്ച് ചെയ്താൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. സ്നേഹതീരം പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. ശേഷം ഈ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുന്നവരുടെ വിഷയങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. 97703489.
എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ ഇന്ന് വൈകുന്നേരവും 9 മണിക്ക് ഫേസ്ബുക്ക് ലൈവിൽ ദൈവവചനവുമായി കടന്നു വരും. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷിജു.